മുഹമ്മദിക്ക ബിസ്മിയും ചൊല്ലി തട്ടുകട തുറന്നു. സമയം രാവിലെ 8 മണിയാവുന്നതേയുള്ളൂ. കട തുറന്ന ഉടനെ അയാൾ ധൃതിയിൽ പണികൾ തുടങ്ങി. സാമ്പാറും ചട്നിയുമെല്ലാം വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ദോശ ചുടണം, പഴം പൊരിക്കണം, അതിനുള്ള മാവും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്ക, 2 ചായയും പഴംപൊരി. ജോലി ചെയ്യുന്നതിനിടയിൽ പുറത്തുനിന്ന് ശബ്ദം കേട്ട് മുഹമ്മദിക്ക തിരിഞ്ഞു നോക്കി. പുറത്ത് ബൈക്കിൽ ഇർഷാദും അൻസാറും ഇരിക്കുന്നു. പണിക്ക് പോകുന്ന വഴിയാണ്. സഹോദരങ്ങളാണ് രണ്ടുപേരും. മുഹമ്മദിക്ക ഒന്ന് ചിരിച്ചിട്ട് 2 ചായയും 2 പ്ലേറ്റിൽ ചൂടുള്ള പഴംപൊരിയും എടുത്തു വെച്ചു. അപ്പോഴേക്കും ഇർഷാദും അൻസാറും അകത്തേക്ക് കയറി അവിടെയുള്ള ബെഞ്ചിൽ ഇരുന്നിരുന്നു. മുഹമ്മദിക്ക് കൊണ്ടുവന്ന് ചായ കുടിക്കുമ്പോൾ ഇർഷാദിന്റെ കണ്ണുകൾ ദൂരെ കുന്നിൻ മുകളിൽ കാണുന്ന ഒരു വീടിന് നേരെ പാഞ്ഞു. ആ വീട്ടിൽ പുതിയ വാടകക്കാർ വന്നു അല്ലേക്ക? രാത്രി ഇതുവഴി പോകുമ്പോൾ അവിടെ വെളിച്ചം കണ്ടു. ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട് ഇർഷാദ് ചോദിച്ചു. ആ വന്നു. കുറച്ചു ദിവസമായിട്ട് അവിടെ ആളനക്കമൊക്കെ കാണുന്നുണ്ട്. എന്തേ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ? കുറേ മാസമായിട്ട് അവിടെ ആരും താമസത്തിന് വരാറില്ലായിരുന്നല്ലോ. ആ, എനിക്കറിയില്ല മോനെ. ദൂരെയുള്ള ആരോ ആണെന്ന് തോന്നുന്നു. ആ വീടിനെക്കുറിച്ച് അറിയാത്ത ആരോ. മുഹമ്മദിക്ക പറയുന്നത് കേട്ട് ഇർഷാദ് തലയാട്ടി. അതെ, അങ്ങനെയാവാനാണ് സാധ്യത. പറഞ്ഞിട്ടവൻ വീണ്ടും ആ വീടിന് നേരെ കണ്ണുകൾ വായിച്ചു. വളരെ മനോഹരമാണ് കുന്നിൻ ചെരുവിലെ ഈ വീടും സ്ഥലവും എന്ന് തോന്നി പ്രീതിക്ക്. പഴയ തറവാടിന്റെ രൂപത്തിൽ പണിത നല്ല ഭംഗിയുള്ള വീട്. ഈ വീട് ഇത്ര ചെറിയ വാടകയ്ക്ക് കിട്ടിയത് അവളെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി. അവള് ചുറ്റുമൊന്ന് നോക്കി. നല്ല ഭംഗിയുണ്ടെങ്കിലും തെല്ലു ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ. അയൽവീടുകളൊക്കെ വളരെ കുറവാണ്. കുറേ ദൂരെയായിട്ട് 2-3 വീടുകൾ കാണാം. അടുത്തൊന്നുമില്ല. കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് പ്രീതി വീടിന്റെ അകത്തേക്ക് നടന്നു. അകത്ത് പ്രീതിയുടെ അച്ഛൻ വേണു സാറ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് മോളെ, വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? അവിടെ കണ്ടപ്പോ വേണു സാറ് തിരക്കി. ഉവ്വച്ചാ, നല്ല ഭംഗിയുള്ള സ്ഥലം, അവള് പറഞ്ഞു. പക്ഷെ നിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടിട്ട് പേടിയാവുന്നുവെന്നാ അവള് പറയുന്നേ. അതും ശരിയാണച്ചാ. ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും എന്തോ പേടി തോന്നുന്നുണ്ട് ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേ. അയാളൊന്നും മൂളി. നിന്റെ കോളേജ് അടുത്തായതുകൊണ്ടാ ഈ വീട് തന്നെ മതിയെന്ന് വെച്ചത്. മുമ്പ് നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് കുറേ ദൂരമായിരുന്നില്ലേ കോളേജ്? എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പോയി വരാനൊക്കെ. ഇഷ്ടപ്പെടാഞ്ഞിട്ട് നിന്റെ അമ്മ സഹിക്കുന്നത് അതുകൊണ്ടാ. പ്രീതിയൊന്നും മൂളി. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം പ്രീതി മുറിയിലെത്തി ബുക്ക് തുറന്നു. ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാമൊക്കെ തുടങ്ങാറായി. കുറേ സമയം അവൾ വായിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കം അവളുടെ കണ്ണുകളിലേക്ക് തഴുകിയെത്തി. അവളൊന്ന് കോട്ടുവായിട്ടു. മതി, ഇനി ഉറങ്ങാം. അവൾ ബുക്കടച്ചു വെച്ച് എഴുന്നേറ്റു. അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. രണ്ടുപേരും ഉറങ്ങിക്കാണും. അവൾ കട്ടിലിൽ പോയി കിടന്നു. പതുക്കെ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് എന്തോ ശബ്ദം കേട്ടതുപോലെ അവൾ ഞെട്ടി കണ്ണു തുറന്നു. തോന്നിയതാണോ? അവൾ കാതോർത്തു. പെട്ടെന്ന് വീണ്ടും ശബ്ദം കേട്ടു. അതോടെ പ്രീതി എഴുന്നേറ്റിരുന്നു. മനസ്സിലൊരു പേടി തോന്നിയെങ്കിലും ജനൽ അല്പം തുറന്നു. എന്താന്ന് നോക്കാം എന്നൊരു തോന്നലുണ്ടായി. അവൾ പതുക്കെ ജനലിന്റെ അടുത്തേക്ക് നീങ്ങി. പതുക്കെ ജനലിന്റെ കൊളുത്തെടുത്ത് ജനൽ അല്പം മാത്രം തുറന്ന് പുറത്തേക്ക് നോക്കിയതും പുറത്തെ കാഴ്ച കണ്ട് അവൾ നടുങ്ങിപ്പോയി. പുറത്ത് വീടിന് അല്പം അകലെയായി ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു വെളുത്ത രൂപം കിടക്കുന്നു. ചെറിയ രീതിയിലുള്ള നിലാവെളിച്ചത്തിൽ കിടന്നത് വ്യക്തമായിട്ട് കാണാം. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവളുടെ കൈയും കാലും വിറച്ചു. അവൾ ചുവരിലേക്ക് കൈ അമർത്തി പിടിച്ചു. എന്താണത്? ആരെങ്കിലും കിടക്കുന്നതാണോ? അതല്ല, എന്തിൻ്റെയെങ്കിലും വെളിച്ചം പാറയ്ക്ക് മുകളിൽ വീഴുമ്പോൾ ആരോ കിടക്കുന്നത് പോലെ തോന്നുന്നതാണോ? ഒന്ന് ടോർച്ചടിച്ച് നോക്കിയാലോ? ഓർത്തപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ടോർച്ചെടുക്കാൻ അലമാരയ്ക്ക് അടുത്തേക്ക് ഓടി. അലമാരയിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് വീണ്ടും ജനലിന്റെ അടുത്തേക്ക് വന്നു. പുറത്തേക്ക് നോക്കിയ അവൾ വീണ്ടും നടുങ്ങിപ്പോയി. ഇപ്പോൾ ആ രൂപം അവിടെ കാണുന്നില്ല. എവിടെ പോയി? അവളുടെ കണ്ണുകൾ അവിടെ ആകെ പരതി. ഇല്ല, കാണുന്നില്ല. ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നിട്ട് അവൾ ജനൽ ചേർത്തടച്ച് കട്ടിലിരുന്നു. ശരീരത്തിന്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്താണ് അവിടെ കണ്ടത്? ആരെങ്കിലും ആ പാറയ്ക്ക് മുകളിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടായിരുന്നോ? അതല്ല, എന്തെങ്കിലും വെളിച്ചം പാറയിൽ തട്ടിയപ്പോൾ അങ്ങനെ തോന്നിയതാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛനെ വിളിച്ചാലോ? അവൾ ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, അമ്മ അറിഞ്ഞാൽ പിന്നെ അത് മതി.
അവൾ വീണ്ടും കട്ടിലിൽ കിടന്ന് കണ്ണടച്ചു. രാവിലെ പ്രീതി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തുമ്പോൾ വേണുസാറ് കഴിക്കാനായി ഇരുന്നിട്ടുണ്ട്. അവൾ വേണുസാറിന്റെ മുമ്പിലുള്ള കസേരയിലിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ അവൾ കാര്യമായിട്ടെന്തോ ആലോചനയിലാണ്. എന്തു പറ്റി മോളെ? കാര്യമായിട്ടെന്തോ ആലോചനയിലാണല്ലോ. പ്രീതി മുഖമുയർത്തി. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ, അവൾ അടുക്കള ഭാഗത്തേക്ക് അമ്മ വരുന്നുണ്ടോ എന്നൊന്ന് പാളി നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി ഇന്നലെ രാത്രി നടന്നത് മുഴുവൻ അച്ഛനോട് പറഞ്ഞു. നേരാണോ മോളെ? വേണുസാർ അല്പം പേടിയോടെ ചോദിച്ചു. അതേ അച്ഛാ, ഒരു സ്ത്രീ കിടന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ആരെങ്കിലും കിടന്നത് തന്നെയാണോ, അല്ലെങ്കിൽ പാറയ്ക്ക് മുകളിലേക്ക് എന്തിൻ്റെങ്കിലും വെളിച്ചം വീണപ്പോ അങ്ങനെ തോന്നിയതാണോ എന്നറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കാണാതാവുകയും ചെയ്തു. എല്ലാം കേട്ടപ്പോൾ വേണുസാറ് എന്തോ ആലോചിച്ചിരുന്നു. അച്ഛനെന്താ ആലോചിക്കുന്നേ? പ്രീതിയുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾ അവളെ നോക്കി. അല്ല മോളെ, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അച്ഛാ? അത് പിന്നെ മോളെ, നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടുത്തെ കവലവരെയൊക്കെ ഒന്ന് പോയിരുന്നില്ലേ? അന്നിവിടുത്തെ ചില നാട്ടുകാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ഭീതിയായിരുന്നു. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ഭീതിയോ? എന്തിന്? അറിയില്ല മോളെ, ഞാനതപ്പോ വലിയ കാര്യമാക്കിയില്ല. എന്നാ ഇപ്പോൾ നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നു. പ്രീതിയുടെ മനസ്സിൽ അത് കേട്ടപ്പോൾ എന്തോ ഒരു ഭയം വന്ന് മൂടി. രാത്രി കുറേ പഠിക്കാനുള്ളത് കൊണ്ട് അന്നും പ്രീതി കുറേ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. കിടന്ന പാടെ അവൾ ഉറക്കത്തിലേക്ക് വീണു. സമയം കടന്നുപോയി. രാത്രി 2 മണിയായി. പെട്ടെന്ന് പ്രീതിയുടെ മുറിക്ക് പുറത്ത് ഒരു വെളുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ഒരു നിമിഷം മുറിയുടെ ചുവരിലേക്ക് തന്നെ നോക്കി നിന്നു. നേരിയ നിലാവെളിച്ചത്തിൽ ആ വെളുത്ത രൂപം തിളങ്ങുന്നുണ്ടായിരുന്നു. സമയം കടന്നുപോയി. രാത്രി 2 മണിയായി. പെട്ടെന്ന് പ്രീതിയുടെ മുറിയുടെ പുറത്ത് ഒരു വെളുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം ആ രൂപം മുറിയുടെ ചുവരിലേക്ക് തന്നെ നോക്കി നിന്നു. നേർത്ത നിലാവെളിച്ചത്തിൽ ആ രൂപം വെട്ടിത്തിളങ്ങി. പുറത്താരോ വിങ്ങിക്കരയുന്നത് പോലെ തോന്നിയപ്പോഴാണ് പ്രീതി കണ്ണു തുറന്നത്. ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. തോന്നിയതാണോ? അവള് കാതോർത്തു. പെട്ടെന്ന് വീണ്ടും ആ വിങ്ങിക്കരച്ചിൽ കേട്ടു. ഒരു സ്ത്രീയുടെ വിങ്ങിക്കരച്ചിൽ. പ്രീതി കട്ടിലിൽ നിന്ന് പിടഞ്ഞെണീറ്റു. അവളുടെ ശരീരം പേടികൊണ്ട് വിറച്ചു. തലേ ദിവസത്തെ പോലെ ജനൽ തുറന്നു നോക്കാനൊന്നും അവൾക്ക് ധൈര്യം കിട്ടിയില്ല. ഒരു ദിവസം അവൾ കട്ടിലിൽ നിന്നെണീറ്റ് വേഗത്തിൽ നടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയുടെ മുമ്പിലെത്തി. അവൾ പതുക്കെ വാതിലിൽ തട്ടി. അച്ഛാ, അമ്മേ, വാതിൽ തുറക്ക്. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. എന്താ മോളെ? പുറത്തു നിൽക്കുന്ന മകളെ കണ്ട് വേണുസാറും സുധയും തെല്ലമ്പരപ്പോടെ ചോദിച്ചു. അച്ഛാ, ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? പ്രീതി ചോദിച്ചു. എന്തു പറ്റിയേടി? എന്തോ എനിക്ക് പേടിയാവുന്നു. പേടിയോ? നിനക്കോ? അത് കൊള്ളാലോ. വേണുസാർ ചിരിയോടെ ചോദിച്ചു. അച്ഛാ പ്ലീസ്, ശരിക്കും എനിക്ക് പേടിയായിട്ടാ. ശരി, എങ്കിൽ നീ ഇവിടെ കിടന്നോ, ഞാൻ ഹാളിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് വേണുസാർ ഹാളിലേക്ക് നടന്നു. അമ്മയെ വിളിച്ചിട്ട് പ്രീതി വേഗം പോയി കട്ടിലിൽ കിടന്നു. എന്താ പ്രീതി, എന്താ പറ്റി? അവളുടെ അടുത്ത് വന്ന് കിടന്നുകൊണ്ട് സുധ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, എന്തോ സ്വപ്നം കണ്ടതാ. സാരമില്ല, മോള് ഉറങ്ങിക്കോ. സുധ അവളുടെ ശിരസിൽ തലോടി. പ്രീതി കണ്ണടച്ചു കിടന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെയാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഓരോന്നാലോചിച്ച് കിടന്ന് ഒടുവിൽ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ വേണുസാറ് ഹാളിലേക്ക് വരുമ്പോൾ പ്രീതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. വേണുസാർ അവളുടെ എതിർവശത്തുള്ള കസേരയിൽ വന്നിരുന്നു. പ്രീതി അയാളെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. അല്ല മോളെ, ഇന്നലെ രാത്രി എന്താ ഉണ്ടായേ? എന്തിനാ നീ പേടിച്ചേ? അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കാത്ത നല്ല ധൈര്യമുള്ള പെണ്ണാണല്ലോ നീ. അവൾ കഴിക്കുന്നത് നിർത്തി അച്ഛനെ നോക്കി. അത് പിന്നച്ചാ, മിനിയാന്നത്തെ പോലെ ഇന്നലെ രാത്രിയും ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്താരോ കരയുന്നത് പോലെ കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നി. സ്ത്രീയുടെ ശബ്ദമോ ആ സമയത്തോ? വേണുസാറ ഞെട്ടലോടെ ചോദിച്ചു. അതേ അച്ഛാ, മിനിയാന്ന് നടന്നതിന്റെ ബാക്കിയാണെന്നാ തോന്നുന്നേ. പ്രീതി പറഞ്ഞപ്പോൾ വേണുസാർ ആലോചനയോടെ ഇരുന്നു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ മോളെ, കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഏതായാലും ഞാനിന്നിവിടെ എല്ലായിടത്തും ഒന്ന് പോയി ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു. പ്രീതി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച ശേഷം വേണുസാർ നടക്കാനിറങ്ങി.
കുന്നിന് താഴെയുള്ള റോഡരികിലെത്തിയ ശേഷം അയാളൊന്ന് ചുറ്റും നോക്കി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ശാന്തത നിറഞ്ഞ സ്ഥലം. ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അയാൾ അടുത്ത് കണ്ട തട്ടുകടയുടെ അരികിലേക്ക് നീങ്ങി. അവിടെ എത്തിയ ശേഷം അയാൾ തട്ടുകടയുടെ അകത്തേക്കൊന്ന് നോക്കി. അവിടെ കടക്കാരൻ ചൂടെണ്ണയിൽ എന്തോ സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. അകത്തുള്ള ബെഞ്ചിൽ 3-4 പേരിരുന്ന് ചായ കുടിക്കുന്നു. വേണുസാറ് പതുക്കെ അകത്തേക്ക് കയറി. പിന്നെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ തിരിച്ചും പുഞ്ചിരിച്ചു. അല്ല, നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? വേണുസാറ് ചോദിച്ചപ്പോൾ അവർ അതേന്ന് തലയാട്ടി. എന്നെ മനസ്സിലായോ? ആ, മനസ്സിലായി. ആ കുന്നിൻ ചെരുവിലെ വീട്ടിൽ പുതുതായി വാടകയ്ക്ക് വന്ന ആളല്ലേ? വേണുസാറ് അതേന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ കടക്കാരനെ നോക്കി എനിക്കും ഒരു ചായ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് എതിർവശത്തുള്ള ബെഞ്ചിലിരുന്നു. കടക്കാരൻ ചായ എടുക്കുമ്പോൾ രണ്ടുപേരും കൂടി കടയിലേക്ക് വന്നു. അല്ല ഇർഷാദേ, നിങ്ങളിന്ന് പണിക്ക് പോയില്ലേ? കയറി വന്ന രണ്ടുപേരോടുമായിട്ട് കടക്കാരൻ ചോദിച്ചു. ഇല്ല മുഹമ്മദിക്ക, രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദന, അതുകൊണ്ട് പോയില്ല. പിന്നെ ഇവനും പോയില്ല. പറഞ്ഞിട്ട് രണ്ടുപേരും ബെഞ്ചിലേക്കിരുന്നു. ഇരുന്നുടനെ ഇർഷാദ് വേണുസാറിനെ ശ്രദ്ധിച്ചു. അല്ല, ഇതാരാ? പുതിയ ആളായതുകൊണ്ട് അവന് മനസ്സിലായില്ല. ആ, ഇതാണ് മോനെ, ആ വീട്ടിൽ താമസത്തിന് വന്ന ആള്. മുഹമ്മദിക്ക പറയുന്നത് കേട്ടപ്പോൾ ഇർഷാദിന്റെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായി. ആ, അത് ഇദ്ദേഹമാണോ? ചോദിച്ചിട്ട് അവൻ വേണുസാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വേണുസാറും അവനെ ഒന്ന് നോക്കി. ഇർഷാദിന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം വേണുസാർ ശ്രദ്ധിച്ചിരുന്നു. അയാൾ അവിടെയുള്ള എല്ലാവരെയും മാറി മാറി നോക്കി. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഒരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ. അതെന്താ? ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണുസാറിന്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. അല്ല, സാറും കുടുംബവും കുറച്ചു ദിവസമായില്ലേ അവിടെ താമസം തുടങ്ങിയിട്ട്? എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? അങ്ങനെ ചോദിച്ചാ എനിക്കിതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മോള് പറയുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. രാത്രിയിൽ അവൾക്ക് പുറത്തുനിന്ന് എന്തൊക്കെയോ അനക്കം കേട്ടെന്നോ, ആരോ കരയുന്നത് പോലെ കേട്ടെന്നോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഭീതിയോടെ പരസ്പരം നോക്കി. ഒന്ന് ചോദിച്ചോട്ടെ, സാറിന്റെ മോള് കിടക്കുന്നത് ആ പാറയുടെ അടുത്ത് വരുന്ന മുറിയിലാണോ? ഒരാളുടെ ചോദ്യം കേട്ടപ്പോൾ വേണുസാർ അമ്പരന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സാറേ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. ചിലതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എന്ത്? വേണുസാറ് ചെറിയൊരു ഭയത്തോടെ ചോദിച്ചു. മുമ്പ് അവിടെ പലരും താമസിക്കാൻ വന്നിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും ആർക്കും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈയിടെയായിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് അവിടെ താമസിക്കാൻ വരുന്നവർക്കൊക്കെ പ്രശ്നങ്ങളാണ്. സാറ് പറഞ്ഞതുപോലെ രാത്രിയിൽ പുറത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആരുടെയോ കരച്ചിൽ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയാ എല്ലാവരും പറയുന്നേ. ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കുന്നവർക്കായി പ്രശ്നങ്ങളുള്ളേ. ആ പാറയുടെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ കണ്ടവരുമുണ്ട്. അതെന്താ ആ പാറയുടെ അടുത്തുള്ള മുറിയിലുള്ളവർക്ക് മാത്രം? അങ്ങനെ വീണു അത്ഭുതത്തോടെ ചോദിച്ചു. അതിന് കാരണമുണ്ട് സാർ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്നിവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ധാരാളം പേർ ജോലിയും ചെയ്തിരുന്നു. കമ്പനി വക തന്നെയുള്ള മുറികളിലായിരുന്നു അവരുടെ താമസം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ജോലി കഴിഞ്ഞ് വൈകുന്നേരം ടൗണിൽ നിന്ന് എന്തോ സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോയി. അവൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. നന്നേ ഇരുട്ടി. അന്ന് ആ സമയത്തൊന്നും ഈ ഭാഗത്തേക്ക് ബസ്സില്ല, മറ്റു വാഹനങ്ങളും കിട്ടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നാണ് അവൾ വന്നിരുന്നത്. അങ്ങനെ നടന്ന് നടന്ന് അവൾ റോഡിൽ വളരെ വിജനമായ സ്ഥലത്തെത്തി. അവിടുന്ന് കുറച്ച് നടന്നപ്പോഴാണ് റോഡരികിൽ കുടിച്ച് ഫിറ്റായി കുറച്ചു പേർ ഇരിക്കുന്നത് കണ്ടത്. അവൾ വേഗത്തിൽ നടന്ന് അവിടുന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും അവരവളെ കണ്ടു. ആ സമയത്ത് ഒരു പെൺകൊച്ചിനെ ഒറ്റയ്ക്ക് കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. അവരും അവളുടെ പിന്നാലെ കൂടി. അത് കണ്ടപ്പോൾ അവൾ പേടിച്ചോടാൻ തുടങ്ങി. അവരും പിന്നാലെ ഓടി. അവിടെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തെ എങ്ങോട്ടെന്നില്ലാതെ ഓടി 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 എങ്ങനെയൊക്കെയോ ആ വീടിൻ്റെ അടുത്തെത്തി. പിന്നാലെ തന്നെ അവരും ഉണ്ടായിരുന്നു. ഒടുവിൽ അവൾ ഓടി ആ പാറയുടെ അടുത്തെത്തിയപ്പോഴേക്കും അവരവളെ പിടികൂടിയിരുന്നു. പിന്നെ അവിടെ നടന്ന പിടിവലിയിലും അവളെ കീഴ്പ്പെടുത്താനുമുള്ള ശ്രമത്തിനുമിടയിൽ എപ്പോഴോ അവൾ ആ പാറയിലേക്ക് ശക്തിയായി തലയിടിച്ചു വീണു. നല്ല ശക്തിയോടെയുള്ള വീഴ്ചയായിരുന്നു. അങ്ങനെ തലക്കേറ്റ ആഘാതം കാരണം അധികം വൈകാതെ അവിടെ വെച്ച് തന്നെ അവൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. അന്ന് ഇന്നത്തെക്കാളും വിജനായിരുന്നു ഈ സ്ഥലം. ഇന്നിവിടെ കാണുന്ന ഈ കടകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ അവളുടെ നിലവിളിയൊന്നും ആരും കേട്ടില്ല. പിന്നെ അറിയാലോ, ചില മനുഷ്യരൊക്കെ നിലവിളി കേട്ടാലും പുറത്തിറങ്ങില്ല. ഇതാണ് അന്ന് അവിടെ നടന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? വേണു സാർ ആകാംക്ഷയോട് ചോദിച്ചു. പിന്നെ ആ സംഭവം വലിയ കേസും ബഹളമൊക്കെ ആവുകയും പോലീസ് അന്വേഷണമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുകയും അധികം വൈകാതെ തന്നെ പ്രതികളൊക്കെ പിടികൂടുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ആരും ആ വീടിന്റെയോ ആ പാറയുടെ അടുത്തേക്ക് പോവാതെയായി. ആ വീടും കുറെ കാലത്തേക്ക് ആരും താമസിക്കാതെ അടഞ്ഞുകിടന്നു. വീടിന്റെ ഉടമസ്ഥൻ വീട് വാടകയ്ക്ക് കൊടുക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും ആരും താമസത്തിന് വന്നില്ല. അങ്ങനെയിരിക്കെ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തൊരു കൂട്ടർ അവിടെ താമസത്തിന് വന്നു. അവർക്ക് അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 വർഷം അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് അവര് പോയി. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതോടെ എല്ലാവർക്കും ധൈര്യമായി. പിന്നെ വേറെയും ആളുകൾ അവിടെ വാടകയ്ക്ക് വന്നു തുടങ്ങി. അന്നൊന്നും ആർക്കൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കാൻ വരുന്നവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. 1 വർഷത്തിന് മുമ്പ് അവിടെ ഒരു ഫാമിലി താമസിക്കാൻ വന്നിരുന്നു. അവർക്കാണ് ആദ്യ ഈ അനുഭവം ഉണ്ടായത്. ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കുന്നവർക്ക് രാത്രി പുറത്തുനിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുവെന്നും ആ പാറയുടെ അടുത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് പോലെ കണ്ടുവെന്നെല്ലാം പറഞ്ഞു. ഏതായാലും അതോടെ അവർ പേടിച്ചു. പെട്ടെന്ന് തന്നെ വീട് വിട്ടുപോയി. അതിനുശേഷം വേറെയും 2-3 കൂട്ടർ ആ വീട്ടിൽ താമസിക്കാൻ വന്നു. അവർക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ അവരും പെട്ടെന്ന് തന്നെ പോയി. പക്ഷെ ആർക്കും ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ സംഭവം നാട്ടിൽ മുഴുവൻ പാട്ടായി. പിന്നെ ആരും അവിടെ വാടകയ്ക്ക് വരാതായി. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം സാറും കുടുംബവും വന്നത്. അല്ല, നിങ്ങൾക്ക് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നോ? സംഭവം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ വേണു സാറിനോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുപോട്ടെ, നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇത് പ്രേതശല്യാണെന്ന്? വേണു സാറ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ട് സർ. ഇർഷാദാണത് പറഞ്ഞത്. താൻ വിശ്വസിക്കുന്നുണ്ടോ? വേണു സാർ ഇർഷാദിനെ നോക്കി ചോദിച്ചു. ഇല്ല സാർ, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പ്രേതവും മണ്ണാങ്കട്ടയോ ഒന്നുമല്ല. ഇതൊക്കെ ആരുടെയോ കളിയാ. പക്ഷേ എങ്കിലും പേടിക്കണല്ലോ സർ. പ്രേതത്തെക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് മനുഷ്യരെ തന്നെയല്ലേ? എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് അറിയില്ലല്ലോ. ആ, അത് ശരിയാ. വേണു സാറ് ശരിവെച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ വേണു താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീതിയോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ പ്രീതിക്കാകെ ഒരു ഭയം തോന്നി. നിനക്കെന്ത് തോന്നുന്നു മോളെ ഇതെല്ലാം കേട്ടിട്ട്? എനിക്കൊന്നും അറിയില്ല അച്ഛാ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ആ, ഞാനേതായാലും വീടിൻ്റെ ഉടമസ്ഥനോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അയാൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നോക്കട്ടെ, വേണു സാറ് പറഞ്ഞു. രാത്രി പ്രീതി നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അന്നത്തെ പോലെ എന്തോ ശബ്ദം കേട്ട് പ്രീതി ഞെട്ടിയുണർന്നു. പുറത്തൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. പ്രീതിയുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ആ കരച്ചിൽ കൂടിക്കൂടി വന്നു. അതൊരു നിലവിളി പോലെയായി. ഒപ്പം വേറെയും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. പ്രീതി ഒരു നിമിഷം തറഞ്ഞു നിന്നു. പിന്നെ ഏതോ ഒരു ഉൾപ്രേരണ ഉണ്ടായതുപോലെ ജനലിന്റെ കൊളുത്തെടുത്ത് ജനല് തള്ളി തുറന്നു. പുറത്തേക്ക് നോക്കിയ അവള് ഞെട്ടി വിറച്ചുപോയി. പുറത്ത് ആ പാറയുടെ അടുത്ത് കുറച്ചു പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. അവള് നിലവിളിച്ചുകൊണ്ട് അവരെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിന്റെ നിറം മാറാൻ തുടങ്ങിയത്. നിമിഷ നേരം കൊണ്ട് അത് തീക്കനലിന്റെ നിറമായി മാറി. അടുത്ത നിമിഷം അവളെ ഉപദ്രവിച്ച ആ ചെറുപ്പക്കാരുടെ ദേഹത്തേക്ക് തീ പിടിച്ചു. അത് ആളിപ്പടർന്ന് അവരുടെ നിലവിളി അവിടെ മുഴങ്ങി. നിമിഷ നേരം കൊണ്ട് അവർ കത്തിയമർന്നു. അത് കണ്ട് അവൾ അട്ടഹസിച്ചു. അടുത്ത നിമിഷം അവൾ ആ ജനലിന് നേരെ തിരിഞ്ഞു. അവളുടെ കനലെരിയുന്ന കണ്ണുകൾ പ്രീതിയുടെ നേരെ പാഞ്ഞു. പ്രീതിക്ക് ശ്വാസം വിലങ്ങി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പ്രീതിയിൽ തന്നെ തറഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവൾ ആ ജനലിന് നേരെ പാഞ്ഞെടുത്തു. പ്രീതി ഒരു നിലവിളിയോടെ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റു. അവൾ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു താനൊരു സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലാവാൻ. അവളുടെ ശരീരം വിറച്ചു. പെട്ടെന്ന് അവളുടെ വാതിലിൽ മുട്ടുകേട്ടു. മോളെ, വാതിൽ തുറക്ക്, എന്തിനാ നിലവിളിച്ചേ? പുറത്തുനിന്ന് വേണുസാറിന്റെയും സുധയുടെയും ശബ്ദം കേട്ടു. പ്രീതി പതുക്കെ എഴുന്നേറ്റ് ഒന്ന് തലകുടഞ്ഞ് ഒരു നിമിഷം നിന്നു. ഒന്ന് നോർമലായ ശേഷം പോയി വാതിൽ തുറന്നു. എന്താടി, എന്തുപറ്റി? എന്തിനാ നിലവിളിച്ചേ? വേണുസാറും സുധയും അകത്തേക്ക് വന്നുകൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു. അത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്തു സ്വപ്നം? അത് ചോദിച്ചുകൊണ്ട് സുധ അവളുടെ അടുത്തേക്ക് ചെന്നു. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ മുഖം ആകെ ഒരു വാട്ടം. എന്താ പറ്റിയേ?
സുധ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ലമ്മേ. പ്രീതി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്കൊന്നുമില്ല, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കല്ലേ സുധേ. അതും പറഞ്ഞിട്ട് വേണു സാർ പ്രീതിയെ നോക്കി. നീ ഇന്നും അമ്മയുടെ കൂടെ കിടന്നോ? ഞാൻ ഹാളിൽ കിടക്കാം. ഉം. പ്രീതി മൂളിക്കൊണ്ട് അമ്മയോടൊപ്പം മുറിയിലേക്ക് ചെന്നു. അമ്മയുടെ അടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾക്ക് ആ സ്വപ്നം ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി മനസ്സിലുണ്ട്. അതാണ് ഇപ്പൊ അങ്ങനെയൊരു സ്വപ്നം കണ്ടത്. അവൾക്ക് ആ പെൺകുട്ടിയെ ഓർമ്മ വന്നു. പാവം കുട്ടി. എന്തുമാത്രം ഭയന്നിട്ടുണ്ടാവും അവൾ. എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. കുറേ നരാധമന്മാർ ചേർന്ന് ഒരു പാവം പെൺകുട്ടിയെ എങ്ങനെ കഴിഞ്ഞു അവർക്ക്? അവളൊരു സ്ത്രീ ശരീരം മാത്രമല്ല, ഒരു മനുഷ്യജീവി കൂടിയാണെന്ന് എന്തേ അവർ ചിന്തിച്ചില്ല. പ്രീതി വേദനയോടെ കണ്ണുകളടച്ചു. പിറ്റേ ദിവസം ഉച്ചയോടടുത്ത ശേഷമാണ് വീട്ടുടമസ്ഥനായ സുന്ദരേട്ടനും ഭാര്യ ലതയും മകൻ വിനോദും വന്നത്. അവരുടെ ഒരു പഴയ കാറിലാണ് വന്നത്. വേണുസാറും പ്രീതിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സുന്ദരേട്ടന്റെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം അയാൾക്കറിയാം എന്തിനാണ് തന്നെ വിളിപ്പിച്ചതെന്ന്. ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഇവിടെ താമസിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങനെ തന്നെ വിളിക്കുന്നത് പതിവാണ്. എന്നിട്ട് ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കും. തനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നറിയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീടുപേക്ഷിച്ച് പോവുകയും ചെയ്യും. അതാണിപ്പോൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ അതിനുവേണ്ടി തന്നെയായിരിക്കും വിളിപ്പിച്ചത്. എന്തു പറയും താൻ? സുന്ദരേട്ടൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേണുസാറും പ്രീതിയും മുമ്പിലെത്തി. ആ, നിങ്ങളെത്തിയോ? ഇരിക്കെ. വേണുസാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ 3 പേരും ഇരുന്നു. പ്രീതി 3 പേരെയും ഒന്ന് ശ്രദ്ധിച്ചു. കണ്ടാൽ ഒരു 55-നടുത്ത് പ്രായം തോന്നിക്കുന്ന ആളാണ് സുന്ദരേട്ടൻ. കാഴ്ചയിൽ സിമ്പിളായ ഒരു മനുഷ്യൻ. ഭാര്യ ലതിക്ക് 50-നടുത്ത് പ്രായം വരും. സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ. മകൻ വിനോദിന് ഒരു 25-26 വയസ്സ് വരും. നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇത്തിരി ജാടയിട്ടാണ് പുള്ളിയുടെ ഇരിപ്പ്. കണ്ടപ്പോൾ പ്രീതിക്ക് ചിരി വന്നു. അല്ല, ഞങ്ങളെന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? വേണുസാറിന്റെ ചോദ്യം കേട്ടപ്പോൾ 3 പേരും മുഖം കുനിച്ചു. അത് കണ്ടപ്പോൾ തന്നെ വേണുസാറിനും പ്രീതിക്കും മനസ്സിലായി അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന്. അല്ല, നിങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? വേണുസാർ ചോദിച്ചു. അത് പിന്നെ സാറ്, സുന്ദരേട്ടൻ തപ്പിത്തടഞ്ഞു. വേണുസാറിന് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഈ വീടിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെന്തിനാണ് ഒന്നും പറയാതെ ഞങ്ങൾക്കിത് വാടകയ്ക്ക് തന്നത്? അത് പിന്നെ നിങ്ങൾക്കിതിലൊന്നും വിശ്വാസം കാണില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ പറഞ്ഞു വിശ്വാസമില്ലെന്ന്. അത് ഞങ്ങളങ്ങനെ വിചാരിച്ചു സർ. വേണുസാർ ഒന്ന് ഇരുത്തി മൂടി. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനാ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. എൻ്റെ ഭാര്യയ്ക്കൊന്നും അറിയില്ല. വേണുസാറ് സുന്ദരേട്ടനെ നോക്കി പറഞ്ഞു. ശരി സർ. സുന്ദരേട്ടൻ എഴുന്നേറ്റു. 2 പേരും പുറത്തേക്ക് പോയി. ഹാളിൽ പ്രീതിയും ലതയും വിനോദും മാത്രമായി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് പ്രീതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. വീടിന് പുറത്തിറങ്ങിയ വേണുസാറും സുന്ദരേട്ടനും മുറ്റം കടന്ന് ഇത്തിരി ദൂരെയായി നിൽക്കുന്ന ഒരു കാട്ടുചെടിയുടെ അടുത്ത് പോയി നിന്നു. ആ, ഇനി പറ. അതിപ്പോ ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ സുന്ദരേട്ടൻ പറഞ്ഞു തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിക്കാൻ വേണ്ടി വാങ്ങിയ വീടാണിത്. അന്ന് ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. പൂർത്തിയാക്കിയ ശേഷം താമസിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിയത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യണമെന്ന ഉദ്ദേശമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ മോളുടെ കല്യാണക്കാരിയൊക്കെ വന്ന് കുറേ കടവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നീട് കടങ്ങളൊക്കെ ഒരുവിധം വീട്ടി വീടിന്റെ പണിയും പൂർത്തിയാക്കി താമസിക്കാൻ ഒരുങ്ങിയപ്പോഴാ ആ കൊലപാതകം ഈ വീടിന്റെ അടുത്ത് നടക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറാൻ പറ്റാതായി. എന്നാൽ അതൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം താമസിക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ താമസിക്കാൻ വരാൻ പേടിയായി. പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആദ്യകാലത്ത് ഇവിടെ വാടകയ്ക്ക് വന്നവർക്കൊന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 1 വർഷം മുമ്പാ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. എന്താ അതിൻ്റെ കാരണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സർ. നിങ്ങൾ അന്വേഷിച്ചില്ലേ? പോലീസിലൊക്കെ പരാതി കൊടുത്തിരുന്നു. അവർ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മദ്യപാന സംഘങ്ങളുടെയോ മറ്റോ കളിയെന്നായിരുന്നു പോലീസിന്റെ സംശയം. പക്ഷേ അതിനുള്ള യാതൊരു തെളിവും കിട്ടിയില്ല. ഏതായാലും അതിനുശേഷം ഇവിടെ പ്രേതബാധയുണ്ടെന്ന് നാട്ടിൽ പരന്നു. അതോടെ ഇവിടെ ആരും താമസത്തിന് വരാതായി. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം സാറും കുടുംബവും വന്നത്. സുന്ദരേട്ടൻ പറഞ്ഞു നിർത്തി. അച്ഛാ, അങ്കിൾ വാ, ചായ കുടിക്കാം. അകത്തുനിന്ന് പ്രീതിയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടാളും സംസാരം നിർത്തി വീട്ടിലേക്ക് നടന്നു.
ഹാളിലെന്തോ കാര്യമായി ആലോചിച്ച് നിൽക്കുകയായിരുന്നു പ്രീതി. മോളെന്താ ആലോചിക്കുന്നേ? അച്ഛൻ്റെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അവൾ മറുപടി പറയാതെ അച്ഛനെ നോക്കി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ പ്രീതി ഇവിടെ താമസിക്കാൻ? എങ്കിലും നമുക്ക് വീട് മാറാം. അച്ഛന് തോന്നുന്നുണ്ടോ ഇവിടെ പ്രേതബാധയുണ്ട്, ഇതൊക്കെ പ്രേതത്തിന്റെ കളിയാണെന്ന്? നിനക്കെന്ത് തോന്നുന്നു? വേണു സാർ ആ ചോദ്യം അവളോട് തിരിച്ചു ചോദിച്ചു. ഇതൊക്കെ പ്രേതത്തിന്റെ കളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ലച്ചാ, ഇത് പ്രേതവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. ഇതൊക്കെ ആരുടെ ഉടായ്പ കളികളോ ഇവിടെ നടന്ന കൊലപാതകവും മനുഷ്യരുടെ അന്ധവിശ്വാസവും വെച്ച് ആരോ കളിക്കുന്നു, അത്രയുള്ളൂ. ആരായിരിക്കും അത്? അതറിയില്ലച്ചാ, ഏതായാലും എന്തോ കളി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അത് കണ്ടുപിടിക്കണം. ഞാൻ ഏതായാലും എല്ലാ രഞ്ജിത്തേട്ടനോട് പറയാൻ തീരുമാനിച്ചു. രഞ്ജിത്തേട്ടൻ വന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. വേണു സാറിന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനാണ് രഞ്ജിത്ത്. പോലീസിലാണ് ജോലി. SI. ജോലി സ്ഥലത്ത് തന്നെയാണ് താമസവും. രഞ്ജിത്തിന്റെ അമ്മ അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചു. അതിനുശേഷമാണ് വേണു സാർ പ്രീതിയുടെ അമ്മയെ കല്യാണം കഴിച്ചത്. അന്ന് കുഞ്ഞായിരുന്ന രഞ്ജിത്തിനെ പ്രീതിയുടെ അമ്മ സ്വന്തം മകനെ പോലെ തന്നെയാണ് വളർത്തിയത്. പ്രീതിയുണ്ടായ ശേഷവും അതിന് മാറ്റമൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ശരി, എങ്കിലും നീ അവനോട് കാര്യം പറ. അവൻ വന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ഇതും പറഞ്ഞ് വേണു സാറ് മുറിയിലേക്ക് നടന്നു. ഒരു ദിവസം കൂടി കടന്നുപോയി. അന്ന് കേട്ടതിൽ പിന്നെ ഇപ്പോൾ 2 ദിവസമായി രാത്രി പുറത്തു നിന്നുള്ള ശബ്ദമൊന്നും കേട്ടിട്ടില്ല. എന്തുകൊണ്ടോ പ്രീതിക്കാദ്യം തോന്നിയ ഭയമൊന്നും ഇപ്പോൾ തോന്നുന്നില്ലായിരുന്നു. ഭയത്തിന് പകരം ഇപ്പോൾ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെന്നറിയണം. ഭയങ്കര താല്പര്യം. ഏതായാലും ഏട്ടൻ വരട്ടെ. പിന്നെ ഓരോന്ന് ആലോചിച്ച് അവളൊന്ന് നിശ്വസിച്ചു. രാത്രി എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കിയ മോളെ. വേണുസാറ് പറയുന്നത് കേട്ട് അവൾ എഴുന്നേറ്റുപോയി. ജനൽ തുറന്നു നോക്കി. എന്നിട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, രഞ്ജിത്തേട്ടനാച്ചാ. അവൾ വേഗം വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് രഞ്ജിത്തും ബൈക്ക് ഒതുക്കി വെച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഏട്ടാ. അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈ പിടിച്ചു. എത്ര ദിവസമായിട്ടാ കണ്ടിട്ട്? വാ, കയറി വാ. അവൾ സന്തോഷത്തോടെ അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. നീ എന്തിനാണ് ഈ മോളെ അവനെ പിടിച്ച് കയറ്റുന്നേ? അവൻ കയറിക്കോളൂല്ലേ? വേണുസാറ് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ രഞ്ജിത്തും പ്രീതിയും ചിരിച്ചു. മോനെ രഞ്ജി. സുധ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. എത്ര ദിവസമായിട്ടാ നിന്നെ കണ്ടിട്ട്? എന്താ നീ ഇങ്ങോട്ട് വരാത്തെ? ഭയങ്കര തിരക്കിലായി പോയമ്മേ. അമ്മയ്ക്കറിയാലോ ഇവിടെ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ. പോലീസുകാർക്ക് അതിൻ്റെ പിന്നാലെ ഓടാനേ നേരമുള്ളൂ. എന്നാലും നീ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ആ, അതുപോട്ടെ, നീ ഇപ്പോൾ വാ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. അമ്മ എടുത്ത് വെക്ക്. പറഞ്ഞിട്ട് രഞ്ജിത്ത് ഫ്രഷ് ആവാൻ പോയി. അവൻ ഫ്രഷായി വരുമ്പോൾ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കാതെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രീതി മൊബൈലിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഹാരം കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും ആ മൊബൈലൊന്ന് മാറ്റിവെക്ക്. രഞ്ജിത്ത് ദേഷ്യപ്പെട്ടു. ഞാൻ ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ ആഹാരത്തിലേക്ക് ശ്രദ്ധയൂന്നി. ആഹാരം കഴിച്ച ഉടനെ സുധ പല്ലും തേച്ച് ഉറങ്ങാൻ പോയി. ഉറക്കൊഴിച്ച തലവേന വരും അവൾക്ക്. സുധ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ 3 പേരും ഹാളിൽ സംസാരിക്കാനിരുന്നു. എന്താ ഏട്ടാ, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? ആ, അന്വേഷിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. അതിൻ്റെ അന്വേഷണമൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് നടന്നത്. പെട്ടെന്ന് തന്നെ പ്രതികളൊക്കെ പിടികൂടുകയും അവരൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ സംഭവവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ആ സംഭവം വെച്ച് ആരോ കളിക്കുന്നു, അത്രയുള്ളൂ. ആരായിരിക്കും ഏട്ടാ അത്? അറിയില്ല. പല സാധ്യതകളുമുണ്ട്. ചിലപ്പോൾ മദ്യപാന സംഘങ്ങളോ മറ്റോ ആവാം. അവർക്ക് കുടിക്കാനും മറ്റുമായുള്ള ഒരു താവളമായി അവർ ഈ സ്ഥലത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ താമസത്തിന് വരുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ താമസക്കാരെ ഓടിച്ചു വിടാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്നതാവാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും കളിക്കുന്നതാവാം. എന്തിന്? അറിയില്ല. അവർക്കതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. വീടിൻ്റെ ഉടമസ്ഥനുമായി എന്തെങ്കിലും ശത്രുതയോ മറ്റോ ആവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്താണെങ്കിലും കണ്ടുപിടിക്കണം. പ്രീതി മൂളി. പിറ്റേ ദിവസം രഞ്ജിത്ത് ആ പാറയുടെ അടുത്ത് ചെന്ന് വിശുദ്ധമായിട്ട് തന്നെ പരിശോധിക്കുകയുണ്ടായി. പക്ഷെ അവന് സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താനായില്ല. അവൻ ഒന്നുകൂടി നന്നായി തപ്പി നോക്കിയപ്പോഴാണ് ആ പാറയുടെ അടുത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടത്. അവൻ കുനിഞ്ഞ് അത് കയ്യിലെടുത്തു. ഒരു നിമിഷം അത് നോക്കി നിന്നു. പിന്നെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് അതിനെ അതിൽ ചുറ്റിവെച്ചു. ഏട്ടാ, എന്തെടുക്കാ?
പിന്നിൽ നിന്ന് പ്രീതിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ഞാനിവിടെയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കായിരുന്നു പ്രീതി, എന്തിനും തെളിവ് കിട്ടുമെന്നറിയാൻ. ആ, എന്നിട്ട് കിട്ടിയോ? പ്രീതി ആകാംക്ഷയോടെ ചോദിച്ചു. മദ്യപാന സംഘങ്ങളും മറ്റൊന്നും ഉണ്ടായതിൻ്റെ തെളിവുകളൊന്നും കാണാനില്ല. വല്ല മദ്യക്കുപ്പിയോ സിഗരറ്റ് കുറ്റിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ഒന്നും കാണുന്നില്ല. പിന്നെ ആരായിരിക്കും ഏട്ടാ? ആ, അത് കണ്ടുപിടിക്കണം. ഏതായാലും നീ വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്നുകൂടി ചുറ്റി നോക്കാം. അവർ അവിടെ ചുറ്റുഭാഗം മുഴുവൻ തപ്പി നോക്കി, ഒന്നും കണ്ടില്ല. പെട്ടെന്നാണ് പ്രീതിയുടെ കാലിൻ്റെ അടിയിൽ എന്തോ തടഞ്ഞത്. അവൾ ചവിട്ടിയ ഭാഗത്തുള്ള കരിയിലകൾ മാറ്റി നോക്കിയപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ഭംഗിയുള്ള ഒരു ജിമിക്കി കമ്മൽ. ഇതെങ്ങനെ ഇവിടെ വന്നു? അവൾ തെല്ല അത്ഭുതത്തോടെ കുനിഞ്ഞു അത് കയ്യിലെടുത്തു. എടാ, ഇതൊന്ന് നോക്കിയേ, ഒരു കമ്മല്. കമ്മലോ? എവിടെ നോക്കട്ടെ? രഞ്ജിത്ത് അടുത്തു വന്ന് അവളുടെ കയ്യിലേക്ക് നോക്കി. ആരുടേതായിരിക്കും ഇത്? അവൻ ആലോചനയോടെ ചോദിച്ചു. ചിലപ്പോൾ ആ മരിച്ചുപോയ കുട്ടിയുടേതായിരിക്കും ഏട്ടാ, പ്രീതി ഭീതിയോടെ ചോദിച്ചു. മണ്ടത്തരം പറയില്ലേടി, അത് എത്ര വർഷം മുമ്പ് നടന്ന സംഭവാ. ഇത് ഈ അടുത്ത് എപ്പോഴോ വീണതാണെന്ന് കണ്ടാലറിഞ്ഞൂടെ? അത് ശരിയാണെന്ന് പ്രീതിക്ക് തോന്നി. പിന്നെ ആരുടേതായിരിക്കും ഏട്ടാ? ചിലപ്പോൾ ഇവിടെ രാത്രിയിൽ വേഷം കെട്ടി വരുന്നവരുടേതാകാം, അല്ലെങ്കിൽ വീട്ടുടമസ്ഥന്റെ ഭാര്യയുടെയോ മകളുടെയോ ആകാം. ഏതായാലും നീ ഒരു കാര്യം ചെയ്, അച്ഛനോട് പറ നാളെ വീട്ടുടമസ്ഥനോടും ഭാര്യയോടും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാൻ. അവരോട് തന്നെ ചോദിച്ചു നോക്കാലോ. ഏതായാലും നല്ല ഡിസൈൻ. അടുത്ത തവണ ടൗണിൽ പോകുമ്പോൾ ഇതുപോലൊരെണ്ണം വാങ്ങാൻ കിട്ടുമോ എന്ന് നോക്കണം. പ്രീതി ആ കമ്മൽ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. രഞ്ജിത്തിന് അത് കേട്ട് ദേഷ്യം വന്നു. ആനക്കാര്യത്തിനിടക്ക അവളുടെ ഒരു ചേനക്കാര്യം. എന്താ? അല്ല, അമ്മയോടൊന്ന് ചേനക്കറി വെക്കാൻ പറയാം എന്ന് പറയായിരുന്നു. പ്രീതി അവനെ ഒന്ന് കനിപ്പിച്ച് നോക്കിയിട്ട് വീട്ടിലേക്ക് നടന്നു. രഞ്ജിത്തിന് അത് കണ്ട് ചിരി വന്നു. അന്ന് വൈകുന്നേരം വേണുസാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് വീട്ടുടമസ്ഥനായ സുന്ദരേട്ടൻ വന്നു. കൂടെ ഭാര്യ ലതയും മകൻ വിനോദും ഉണ്ടായിരുന്നു. എന്താ സാർ വരാൻ പറഞ്ഞത്? അതൊന്നുമില്ല, ഇന്ന് രാവിലെ എൻ്റെ മക്കൾക്ക് ആ പാറയുടെ അടുത്തുനിന്ന് ഒരു സാധനം കിട്ടി. അത് നിങ്ങളുടെ മകളുടെയോ മറ്റോ ആണോ എന്നറിയാൻ വിളിച്ചതാ. എന്ത് സാധനമാണ് സാർ? പ്രീതി, അതിങ്ങ് കാണിച്ചേ. വേണു സാറ് പ്രീതിയെ നോക്കി. ദാ, ഇതാണ് സാധനം. പ്രീതി കയ്യിലുള്ള കമ്മൽ ഉയർത്തി കാണിച്ചു. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് ആരുടേതാണെന്ന് അറിയാമോ? 3 പേരും ആ കമ്മലിലേക്ക് സൂക്ഷിച്ചു നോക്കി. 3 പേർക്കും കണ്ടിട്ട് പരിചയമൊന്നും തോന്നിയില്ല. ഇല്ല, ഞങ്ങൾക്കറിയില്ല. ഒന്ന് ഓർത്തു നോക്കി. അത് കേട്ടപ്പോൾ ലത നന്നായൊന്ന് ഓർത്തു നോക്കി. അപ്പോഴാണ് അവർക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആ, പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങേരുടെ പെങ്ങളുടെ മോളും ഭർത്താവും വന്നിരുന്നു. അവർ ഇവിടെയും വന്നിരുന്നു. അവർക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടാ. ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണെന്ന് പറയാറ്. അതുകൊണ്ട് കുറേ സമയം ഇവിടെ ചെലവഴിച്ചിട്ട് അവർ പോയെ. ആ പെണ്ണിൻ്റെ കാതിൽ ഇങ്ങനെയൊരു കമ്മൽ കണ്ടതായി ഓർമ്മയുണ്ട്. ഉവ്വോ, എങ്കിൽ ചിലപ്പോൾ അവരുടേതായിരിക്കും, പ്രീതി പറഞ്ഞു. കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം അവർ 3 പേരും തിരിച്ചുപോയി. രാത്രി പുറത്ത് സിറ്റ് ഔട്ടിൽ എന്തോ കാര്യമായ ആലോചനയിലായിരുന്നു രഞ്ജിത്ത്. ഹലോ SI സാർ, എന്താ ഇത്ര വലിയ ആലോചനയിൽ? പ്രീതി രഞ്ജിത്തിന്റെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. വേറെന്ത്, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അതല്ലേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ളേ. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ ഏട്ടാ? അത് കേട്ട് രഞ്ജിത്ത് ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം, അതിനുള്ളിൽ ഇതിന് പിന്നിൽ കളിക്കുന്നവരെ പിടികൂടാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞിട്ട് രഞ്ജിത്ത് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പിന്നാലെ പ്രീതിയും. 2-3 ദിവസം കൂടി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. പ്രീതി ഈ സമയം വേറെ മുറിയിലേക്ക് മാറുകയും രഞ്ജിത്ത് ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. രഞ്ജിത്തിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ അയാൾ തൻ്റെ കയ്യിൽ വന്ന് ചാടുമെന്ന്. അയാളെ പിടികൂടിയാൽ മാത്രമേ എന്തിനയാൾ ഇത് ചെയ്തു, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നൊക്കെ അറിയാൻ പറ്റൂ. രാത്രി ഏതോ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് രഞ്ജിത്ത് ഉറങ്ങാൻ കുറേ വൈകിയിരുന്നു. ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ഏറെ വൈകി. അവൻ ഉറങ്ങാനായി എഴുന്നേറ്റു. കട്ടിലിൽ കിടന്ന് 2-3 മിനിറ്റ് ആയതേയുള്ളൂ. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. രഞ്ജിത്ത് കട്ടിലിൽ നിന്ന് പിടഞ്ഞെണീറ്റു. പുറത്തൊരു സ്ത്രീയുടെ അമർത്തിയുള്ള കരച്ചിൽ കേൾക്കുന്നു. അവൻ കാതോർത്തുകൊണ്ട് ഒരു നിമിഷം നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ കുറച്ചകലെയായി കേട്ടു. അതോടെ അവൻ ജനലൽപ്പം തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തെ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ജാഗരൂകമായി. പുറത്ത് ആ പാറയുടെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൾ മുട്ടുകാലിൽ മുഖം അമർത്തി കരയുകയാണ്. രഞ്ജിത്ത് ജാഗ്രതയോടെ എഴുന്നേറ്റു. അവൻ റിവോൾവർ കയ്യിലെടുത്തു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തിറങ്ങി. അവൻ നടന്നു.
പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തി. ശേഷം വളരെ പതുക്കെ വാതിൽ തുറന്ന് മുറ്റത്തേക്കിറങ്ങി. ഒരു ചെറു ശബ്ദം പോലും ഉണ്ടാക്കാതെ രഞ്ജിത്ത് വീടിന്റെ മുൻവശത്ത് നിന്ന് നടന്നു. വീടിന്റെ ആ പാറയുള്ള സൈഡിലേക്കെത്തി. അവൻ ദൂരെ നിന്നുകൊണ്ട് ആ പാറയിലേക്ക് നോക്കി. ആ സ്ത്രീ അപ്പോഴും അതേപടി തന്നെ ഇരിക്കുന്നു. രഞ്ജിത്ത് പതുക്കെ ആ പാറയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. രഞ്ജിത്ത് പതുക്കെ പതുക്കെ അവളുടെ അടുത്തെത്തി. എത്ര ശ്രദ്ധിച്ചിട്ടും അവൻ നടക്കുമ്പോൾ കരിയില ഞെരിയുന്ന ശബ്ദം ചെറുതായി പുറത്തു വന്നു. അത് കേട്ട് ആ സ്ത്രീ പെട്ടെന്ന് തലയുയർത്തി. മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൾ വല്ലാതൊന്ന് നടുങ്ങി. വളരെ നേരിയ നിലാവെളിച്ചത്തിൽ രഞ്ജിത്തിന് അവളുടെ മുഖം വ്യക്തമായില്ല. പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് തിരിഞ്ഞോടിയത്. ഹാൻഡ്സ് അപ്പ്. പെട്ടെന്ന് രഞ്ജിത്ത് തോക്ക് കയ്യിലെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി. ഞെട്ടിത്തിരിഞ്ഞ അവൾ രഞ്ജിത്തിന്റെ കയ്യിൽ തോക്ക് കണ്ട് നടുങ്ങി. അവളുടെ കാലുകൾ നിശ്ചലായി. രഞ്ജിത്ത് അവളുടെ തൊട്ടടുത്തെത്തി. അവളെ പിടികൂടാനൊരുങ്ങിയതും അടുത്ത നിമിഷം അവൾ രഞ്ജിത്തിനെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. പെട്ടെന്നുള്ള നീക്കായതുകൊണ്ട് രഞ്ജിത്ത് പിന്നിലേക്കൊന്ന് വേയിച്ചുപോയി. തോക്ക് കയ്യിൽ നിന്ന് താഴോട്ട് വീണു. അവൻ ബാലൻസ് ചെയ്ത് നേരെ നിൽക്കുന്നതിന് മുമ്പേ അവൾ പാഞ്ഞിരുന്നു. രഞ്ജിത്ത് സർവ്വശക്തിയെടുത്ത് അവളുടെ പിന്നാലെ പാഞ്ഞു. രഞ്ജിത്തിന്റെ വേഗതയെ തോൽപ്പിക്കാനായില്ല അവൾക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ രഞ്ജിത്തിന്റെ പിടിയിലായി. പിന്നെ അവിടെ വലിയൊരു മൽപ്പിടുത്തം തന്നെ നടന്നു. ഇതിനിടയിൽ അവളുടെ തലയിലെ വിഗ് അഴിഞ്ഞു വീണു. അതോടെ രഞ്ജിത്തിന് മനസ്സിലായി അതൊരു സ്ത്രീയല്ല, പുരുഷനാണെന്ന്. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അവന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. രഞ്ജിത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അധിക സമയമൊന്നും പിടിച്ചു നിൽക്കാനായില്ല അയാൾക്ക്. ഒടുവിൽ അയാൾ തളർന്ന് കീഴടങ്ങി. നടക്കടാ. രഞ്ജിത്ത് അയാളെ തള്ളി വീടിന്റെ മുമ്പിലേക്ക് നടന്നു. അപ്പോഴേക്കും ബഹളം കേട്ട് വേണുസാറും പ്രീതിയും സുധയും എല്ലാം എഴുന്നേറ്റിരുന്നു. കാര്യം എന്താണെന്ന് ഊഹിച്ച വേണുസാറ് പുറത്തേക്കോടി. തന്റെ മകനെന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു അയാളുടെ പേടി. പ്രീതിയും പുറത്തേക്കോടാൻ ശ്രമിച്ചെങ്കിലും സുധ അവളെ തടഞ്ഞു. സുധയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. വേണുസാർ ഓടി പുറത്തെത്തുമ്പോൾ രഞ്ജിത്ത് അയാളെയും കൊണ്ട് വീടിന്റെ മുമ്പിലെത്തിയിരുന്നു. ഇരുട്ടത്ത് അതാരാണെന്ന് വേണുസാറിന് മനസ്സിലായില്ല. മോളെ, നീ ലൈറ്റ് ഇട്ടേ, അയാൾ പ്രീതിയോട് വിളിച്ചു പറഞ്ഞു. പ്രീതി ഓടിച്ചെന്ന് ലൈറ്റിട്ടു. പിന്നെ പുറത്തേക്ക് ഓടി. പുറത്ത് രഞ്ജിത്തിന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആളെ കണ്ട് രണ്ടുപേരും ഒരുപോലെ നടുങ്ങിപ്പോയി. വിനോദ്, ഈ വീടിന്റെ ഉടമസ്ഥനായ സുന്ദരന്റെ മകൻ. രണ്ടുപേരും വിശ്വസിക്കാനാവാത്തതുപോലെ അവനെ നോക്കി. രഞ്ജിത്തിന്റെ മുഖത്ത് അപ്പോഴും വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അവനത് നേരത്തെ തന്നെ ഊഹിച്ചിരുന്നത് പോലെ ഒരു ഭാവമായിരുന്നു രഞ്ജിത്തിന്റെ മുഖത്തുണ്ടായിരുന്നത്. വേണുസാറ് നടന്ന് വിനോദിന്റെ മുന്നിലെത്തി. വിനോദ്, നീയായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ? എന്തിനാണ് നീ ഇങ്ങനെയൊരു കളി കളിച്ചത്? ഇത് നിന്റെ അച്ഛന്റെ വീടല്ലേ? ഇത് നിന്റെ സ്വന്തം അച്ഛന്റെ. എന്തിനാണ് നീ ബുദ്ധിമുട്ടിച്ചത്? വിനോദ് വിളറിയ മുഖത്തോടെ തല താഴ്ത്തി. ഡാ, ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാണ് നീ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത്ത് അവനെ മുമ്പിലേക്ക് പിടിച്ചു തള്ളി. വേയിച്ചുപോയ വിനോദ് ഒരുവിധം ബാലൻസ് ചെയ്തു നിന്നു. പിന്നെ ഒന്നും പറയാതെ തല താഴ്ത്തി. നീ ഇങ്ങനെ ചോദിച്ചാലൊന്നും പറയില്ല അല്ലേ? രഞ്ജിത്ത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതോടെ അവൻ ഭയന്ന് തലയുയർത്തി. എന്നെയൊന്നും ചെയ്യരുത് സർ, ഞാൻ പറയാം. നല്ല ഉറക്കത്തിലായിരുന്നു സുന്ദരേട്ടൻ. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ആരാ ഈ സമയത്ത്? അയാൾ പെറുപെറുത്തുകൊണ്ട് ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ കണ്ട പേര് നോക്കി ചെറിയൊരു അത്ഭുതത്തോടെ ഫോൺ എടുത്തു. വേണുസാറേ, എന്താ ഈ സമയത്ത്, എന്തു പറ്റി? മറുപുറത്ത് വേണുസാർ പറയുന്നത് കേട്ട് സുന്ദരേട്ടൻ വല്ലാതെ നടുങ്ങിപ്പോയി. അയാൾ എഴുന്നേറ്റ് വിനോദിന്റെ മുറിയിലേക്ക് ഓടി. അവിടെ വിനോദില്ലെന്ന് കണ്ട അയാൾ തളർന്നുപോയി. സാറേ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം, അയാൾ തളർന്ന ശബ്ദത്തിൽ വേണുസാറിനോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. വീടിന് മുന്നിൽ കാർ വന്ന് നിന്നപ്പോൾ വേണുസാർ രഞ്ജിത്തിനെ നോക്കി. അവർ വന്നെന്ന് തോന്നുന്നു. അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സുന്ദരേട്ടനും ഭാര്യ ലതയും കാറിൽ നിന്നിറങ്ങി വേഗത്തിൽ വീടിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലും സങ്കടവും ഉണ്ടായിരുന്നു. എവിടെ അവൻ? വേണുസാറിനെ കണ്ടപ്പോൾ സുന്ദരേട്ടൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അകത്തുണ്ട്, വാ. സുന്ദരേട്ടനും ലതയും വേണുസാറിനൊപ്പം അകത്തേക്ക് കയറി. ഹാളിലെത്തിയപ്പോൾ അവർ കണ്ടു ഹാളിന്റെ നടുവിൽ സ്ത്രീവേഷത്തിൽ തല താഴ്ത്തി നിൽക്കുന്ന മകനെ. സുന്ദരേട്ടൻ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് പിന്നെ വലത് കൈ ഉയർത്തി അവൻ്റെ കാരണത്തേക്ക് ആഞ്ഞടിച്ചു. മഹാഭാബി, നീയായിരുന്നോടാ ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തേ? ചോദിക്കുന്നതിനൊപ്പം അയാൾ വീണ്ടും അവൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു. സുന്ദരേട്ടാ, ലത കരഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചു മാറ്റി. മാറടി. അയാൾ ഭാര്യയെ പിടിച്ചു മാറ്റി വീണ്ടും മകൻ്റെ മുമ്പിലേക്ക് വന്നു. ചോദിച്ചത് കേട്ടില്ലേടാ, എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന്? വിനോദ് തലയുയർത്തി അച്ഛനെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും തല താഴ്ത്തി പതുക്കെ പറഞ്ഞു.
അച്ഛനെ കൊണ്ട് ഈ വീട് വിൽപ്പിക്കാൻ. സുന്ദരേട്ടൻ ഞെട്ടലോടെ മകനെ നോക്കി. എന്താ നീ പറഞ്ഞേ? ഈ വീട് വിൽപ്പിക്കാൻ വേണ്ടിയാണെന്നോ? എന്തിനാണ് ഈ വീട് വിൽക്കുന്നേ? നിനക്കെന്താ പ്രാന്ത് പിടിച്ചു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ പെട്ടെന്ന് മുഖമുയർത്തി അച്ഛനെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ എത്ര പ്രാവശ്യം അച്ഛനോട് പറഞ്ഞു എനിക്കൊരു പുതിയ മോഡൽ ഐഫോൺ വാങ്ങിത്തരാൻ, നമ്മുടെ പഴയ കാറ് വിറ്റ് പുതിയൊരെണ്ണം വാങ്ങാൻ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പുതിയ കാറാ. നമ്മുടെ വീട്ടിൽ മാത്രം ആ പഴഞ്ചൻ കാറ്. എൻ്റെ ഏതെങ്കിലും ആവശ്യാച്ഛൻ നടത്തി തരുന്നുണ്ടോ? എന്ത് ചോദിച്ചാലും കാശില്ല. അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊരു കളി കളിച്ചേ. ഈ വീട് വിറ്റ് ലക്ഷങ്ങൾ കിട്ടിയാ പിന്നെ അച്ഛന് കാശില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വീടിന് പ്രേതബാധയുണ്ടെന്ന് വരുത്തി തീർത്താ പിന്നെ ഈ വീട്ടിലാരും വാടകയ്ക്ക് വരില്ല. അതോടെ നിവർത്തിയില്ലാതെ അച്ഛൻ ഈ വീട് ഈ കഥകളൊന്നും അറിയാത്ത ആർക്കെങ്കിലും വിൽക്കും. അങ്ങനെ ഈ വീടിനെ ഒഴിവാക്കുമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി പണ്ടിവിടെ നടന്ന കൊലപാതകം വെച്ച് ഒരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ട് ചിരിപ്പിച്ചും കരയിപ്പിച്ചും അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ രഹസ്യമായി ഒരു സാരി വാങ്ങി, മുടിയുടെ വിഗ് വാങ്ങി, അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നടത്തി. സുന്ദരേട്ടനും ലതയും ഞെട്ടലോടെയും അമ്പരപ്പോടെയും മകൻ പറയുന്നത് കേട്ട് നിൽക്കായിരുന്നു. അവർക്കത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. 25 വയസ്സുണ്ട് വിനോദിന്. എങ്കിലും അവൻ ജോലിക്കൊന്നും പോവില്ല. എന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ എപ്പോഴും വലുതാണ്. വിലപിടിപ്പുള്ള വസ്ത്രം, വിലപിടിപ്പുള്ള വാച്ച്, ഷൂ എല്ലാം അവന് നിർബന്ധമാണ്. തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സുന്ദരേട്ടൻ അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുത്തു. പിന്നീട് അവൻ്റെ ആവശ്യങ്ങൾ വലുതാവാൻ തുടങ്ങിയപ്പോൾ അതിന് പറ്റാതായി. പണമില്ലാത്തത് കാരണം അവൻ്റെ ആവശ്യങ്ങൾ നടക്കാതായി. അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടി അവൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇത്. അല്ലേട്ടാ, ഏട്ടന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നോ ഇതിന് പിന്നിൽ അവനാണെന്ന്? ഞാൻ ചോദിക്കാൻ കാരണം ഇന്നലെ അവനെ കണ്ടപ്പോൾ എനിക്കും അച്ഛനും ഉണ്ടായ ഞെട്ടൽ ഏട്ടനുണ്ടായിരുന്നില്ല. അതെന്താ? പിറ്റേ ദിവസം രഞ്ജിത്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോവാൻ ഒരുങ്ങുമ്പോഴാണ് പ്രീതി ഇക്കാര്യം ചോദിച്ചത്. ഉണ്ടായിരുന്നു. കാരണം ഞാനെന്ന് ആ പാറയുടെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ എനിക്കൊരു മോതിരത്തിന്റെ കല്ല് കിട്ടിയിരുന്നു. പിന്നെ അവനിവിടെ വന്ന സമയത്ത് അവന്റെ കയ്യിലെ മോതിരം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു കല്ലില്ലായിരുന്നു. ആ കല്ല് പോയി കിടക്കുന്ന ദ്വാരം എനിക്ക് കിട്ടിയ മോതിരക്കല്ലിന്റെ അതേ അളവിലുള്ളതായിരുന്നു. പിന്നെ മൊത്തത്തിലുള്ളവന്റെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് സംശയം തോന്നിയത്. ഓ, അങ്ങനെയൊരു സംഭവം ഉണ്ടായോ? പ്രീതി അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ടായി. അവനാണെന്ന് തന്നെ ഉറപ്പിച്ച ശേഷം നിന്നോട് പറയാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അതെയോ? നീ പോകാൻ ഒരുങ്ങിയോ മോനെ? സുധ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ആ, പോവുകയാണമ്മേ. എനിക്ക് ഇന്ന് തന്നെ പോണം. ചെന്നിട്ട് കുറേ ജോലിയുണ്ട്. അല്ല, അച്ഛനെവിടെ അമ്മേ? മുറിയിലുണ്ടടാ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ വേണു സാർ അങ്ങോട്ട് വന്നു. അപ്പോ പോകാറായി അല്ലേടാ? ആ, പോവുകയാണച്ചാ. ഏതായാലും നീ വന്നതുകൊണ്ടാ അവന് ഇത്രയും വേഗം പിടിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഇനിയും അവൻ്റെ കളി തുടർന്നേനെ. അത് കേട്ട് പ്രീതി ചിരിച്ചു. എന്ത് ചെയ്യാനാണച്ചാ, ഇത്തവണ അവൻ കളിച്ചത് നമ്മളോടായിപ്പോയി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഇന്നത്തെ കാലത്ത് പല കുട്ടികളും ഒരു നിമിഷത്തെ സന്തോഷത്തിനായി അല്ലെങ്കിൽ ചെറിയൊരു ആഗ്രഹം നിറവേറ്റാനായി തങ്ങളുടെ ജീവിതവും ബന്ധങ്ങൾ പോലും പണയം വയ്ക്കുന്നു. പക്ഷേ അവസാനം അവർ മനസ്സിലാക്കുന്നത് ഒറ്റ കാര്യമാണ്. പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ വാങ്ങാൻ കഴിയാത്തത് മാതാപിതാക്കളുടെ സ്നേഹവും മനസ്സമാധാനവും ആണെന്ന്. ഒരു തെറ്റായ തീരുമാനം ചിലപ്പോൾ ഒരു ജീവിതം മുഴുവൻ മായാത്ത മുറിവായി മാറും. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. നമുക്ക് മറ്റൊരു കഥ കൂടി കേട്ടാലോ? അർദ്ധരാത്രി കഴിഞ്ഞ സമയം. വാഗമണ്ണിലെ മലനിരകളെ ഒന്നാകെ കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പ് പോലെ മൂടിയിരിക്കുകയാണ്. ഒരു കയ്യകലത്തിലുള്ള കാഴ്ചകൾ പോലും വ്യക്തമല്ലാത്ത അത്ര കട്ടിയിലുള്ള മഞ്ഞ്. പൈൻമരങ്ങൾക്കിടയിലൂടെ വീശുന്ന തണുത്തുറഞ്ഞ കാറ്റിന്റെ മുകളിലും ഇടവിട്ട് കേൾക്കുന്ന ചീവിടുകളുടെ കരച്ചിൽ മാത്രം ആ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ കനത്ത മഞ്ഞിന്റെ മറവിൽ വിജനമായ ഒരു പറമ്പിന്റെ നടുവിലായി ഒരു നേരിയ വെളിച്ചം മിന്നിമറഞ്ഞത്. എന്തോ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റ് ശക്തിയായി വീശുമ്പോഴെല്ലാം ആ തീനാളങ്ങൾ മഞ്ഞിനെ വകഞ്ഞു മാറ്റി മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. പച്ചമരച്ചില്ലകളും മറ്റും കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴുണ്ടാകുന്ന ചടപട എന്ന ശബ്ദവും ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. കാറ്റിൽ പറന്നെത്തുന്ന പുകയ്ക്ക് സാധാരണ കരിയില കത്തുന്ന മണമായിരുന്നില്ല. മറിച്ച് മാംസം കരിയുന്നത് പോലുള്ള ഒരു രൂക്ഷ ഗന്ധമുണ്ടായിരുന്നു. ആടിപ്പടരുന്ന ആ തീനാളങ്ങൾക്കിടയിൽ പാതി കരിഞ്ഞ വിറകുകൾക്കും ചാരത്തിനുമിടയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ കാഴ്ച പതിയെ വ്യക്തമായി വന്നു. ഒരു മനുഷ്യന്റെ കാൽപാദം. തീയേറ്റ് കരിയാത്ത, ജീവനില്ലാതെ വിളറി വെളുത്ത ഒരു മനുഷ്യന്റെ വലതു കാൽപാദം. തീയുടെ ചുവന്ന വെളിച്ചത്തിൽ ആ കാലിലെ പച്ച ഞരമ്പുകൾ പോലും വ്യക്തമായി കാണാമായിരുന്നു.
ആ ഭയാനകമായ തീജ്വാലകൾ ആ ശരീരത്തെ മുഴുവനായി വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരൊറ്റ കാൽപാദം മാത്രം തീയിലേക്ക് വീഴാതെ പുറത്തേക്ക് നീണ്ടുകിടക്കുകയായിരുന്നു. കാറ്റിൽ തീപ്പൊരികൾ ആ കാലിനു ചുറ്റും ഒരു നഗ്നസത്യം പോലെ പറന്നു നടന്നു. ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ആ വലിയ രഹസ്യം അവിടെ എരിഞ്ഞടങ്ങുകയായിരുന്നു. രാത്രിയുടെ ഭീകരതയിൽ നിന്നും വാഗമൺ പതിയെ ഉണരുകയാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സാധാരണ പുലരി. വിരൽത്തുമ്പുകൾ പോലും അറിയാതെ മരവിപ്പിക്കുന്ന കൂച്ചുന്ന തണുപ്പ്. ഈറൻകാറ്റിൽ മരച്ചിലകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് ദൂരെ നിന്നൊരു സൈക്കിൾ ബെല്ലിന്റെ ശബ്ദം കേട്ടു. കട്ടി മഞ്ഞിന്റെ മറവിൽ നിന്നും പതിയെ ആ പയ്യൻ തെളിഞ്ഞു വന്നു. തണുപ്പകറ്റാൻ ചെവിയടക്കം ഒരു പഴയ മഫ്ലർ ചുറ്റിക്കെട്ടി കിതച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടുകയാണവൻ. കാരിയറിൽ നിറയെ പത്രക്കെട്ടുകളുണ്ട്. കവലയിൽ അടഞ്ഞുകിടക്കുന്ന ഒരു കടയുടെ വരാന്തയിലേക്ക് ഒട്ടും വേഗത കുറയ്ക്കാതെ അവൻ ഒരു പത്രം ചുരുട്ടിയെറിഞ്ഞു. വീണ്ടും ബെല്ലടിച്ചുകൊണ്ട് അവൻ മഞ്ഞിലേക്ക് തന്നെ മറഞ്ഞുപോയി. കവലയുടെ കോണിലുള്ള ചെറിയ ചായക്കടയിൽ അപ്പോഴേക്കും അത്യാവശ്യം ആളുകൾ എത്തിയിരുന്നു. തിളയ്ക്കുന്ന സമോവറിൽ നിന്നുള്ള ആവി പുറത്തെ കോടമഞ്ഞിലേക്ക് കലരുകയാണ്. ചൂടുള്ള ചായയുടെയും എണ്ണയിൽ കിടന്ന് മുരിയുന്ന പലഹാരങ്ങളുടെയും ഗന്ധം ആ പരിസരമാകെ നിറഞ്ഞു നിൽക്കുന്നു. തണുപ്പകറ്റാൻ കൈകൾ കൂട്ടിത്തിരുമിയും ആവി പറക്കുന്ന ഗ്ലാസുകളിൽ ചുണ്ടമർത്തിയും ഇരിക്കുന്നവർ. അവർക്കിടയിൽ ഒരു മൂലയിലായി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരാളിരിപ്പുണ്ട്. നായർ. ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലുള്ള ചായയിടയ്ക്ക് ഊതിക്കുടിച്ചുകൊണ്ട് അയാൾ ഇന്നത്തെ പത്രം ഗൗരവത്തോടെ വായിക്കുകയാണ്. പെട്ടെന്നാണ് മലകയറി വരുന്ന വലിയ വാഹനത്തിന്റെ ഇരമ്പൽ ആ കവലയെ ഉണർത്തിയത്. കവലയുടെ ആ വളവ് തിരിഞ്ഞ് മഞ്ഞിനെ വകഞ്ഞു മാറ്റി കോട്ടയത്തേക്ക് പോകുന്ന ആ KSRTC ബസ് എയർ ബ്രേക്കിന്റെ വലിയ ശബ്ദത്തോടെ വന്നു നിന്നു. ബസ് നിന്നയുടനെ അവിടമാകെ പെട്ടെന്നൊരു തിടുക്കായി. കയ്യിൽ ലഞ്ച് ബോക്സും പിടിച്ച് ജോലിക്ക് പോകുന്നവരും തോളിൽ ബാഗും തൂക്കി കോളേജിലേക്ക് പോകുന്നവരും ബസ്സിലേക്ക് ഇടിച്ചു കയറി. കണ്ടക്ടറുടെ ഇരട്ട ബെല്ലടി കേട്ടതും ബസ് മുന്നോട്ട് നീങ്ങി. ഇതിനെല്ലാം സാക്ഷിയായി നിരത്തിന്റെ ഒരു വശത്തു കൂടി കളിയും ചിരിയുമായി നടന്നു പോകുന്ന ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ. സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നും ചെറിയ പുക പോലെ ആവി പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ സാധാരണമായ മനോഹരമായ ഒരു വാഗമൺ പ്രഭാതം. വാഗമൺ പോലീസ് സ്റ്റേഷൻ. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത മടിയോടുകൂടി ഉണരുന്ന ഒരു ശരാശരി ഹൈറേഞ്ച് പോലീസ് സ്റ്റേഷൻ. ഡെസ്കിന് പിന്നിലായി ഒരു പഴയ മരക്കസേരയിൽ കോൺസ്റ്റബിൾ കുട്ടൻ നായർ ഇരിപ്പുണ്ട്. തലയിലൊരു മങ്കിത്തൊപ്പിയും കഴുത്തിലൂടെ ചുറ്റിയൊരു മഫ്ലറും ഉണ്ട്. മുന്നിലിരിക്കുന്ന കപ്പിൽ നിന്നും ആവി പറക്കുന്ന കട്ടൻ കാപ്പി അയാൾ ആസ്വദിച്ചു കുടിക്കുകയാണ്. തൊട്ടടുത്ത കസേരയിൽ ഹെഡ് കോൺസ്റ്റബിൾ രാഘവൻ വലിയൊരു പത്രം നിവർത്തി വെച്ച് വായിക്കുന്നുണ്ട്. കുട്ടൻ നായർ കാപ്പി കുടിക്കുന്നതിനിടയിൽ സ്വന്തം കഴുത്തൊന്ന് നീട്ടി രാഘവന്റെ പത്രത്തിലെ വാർത്തകളിലേക്ക് ഒളികണ്ണിട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് സ്റ്റേഷനിലെ ആ പഴയ ലാൻഡ് ലൈൻ ഫോൺ ഉച്ചത്തിലടിക്കാൻ തുടങ്ങിയത്. കുട്ടൻ നായർ കയ്യിലുള്ള കാപ്പിക്കപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു. തന്റെ പ്രഭാതത്തിലെ ആ ചെറിയ സന്തോഷം തടസ്സപ്പെടുത്തിയ ആ ഫോണിനെ നോക്കി അയാളൊന്ന് പല്ലിറുമി. ഈ കുരുത്തം കെട്ട ഫോണിനടിക്കാൻ വേറെ സമയമൊന്നും കിട്ടിയില്ലേ? കുട്ടൻ നായർ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി റിസീവർ എടുത്തു. ഹലോ, വാഗമൺ പോലീസ് സ്റ്റേഷൻ. എന്താ? എവിടെ? ആരുടെ പറമ്പിൽ? ഫോണിന്റെ മറുതലയ്ക്ക് നിന്നുള്ള ശബ്ദം കേട്ടതും കുട്ടൻ നായരുടെ മുഖത്തെ ഉറക്കം എങ്ങോട്ടോ പോയി മറഞ്ഞു. കണ്ണുകൾ വിടർന്നു. അയാൾ വേഗം റിസീവർ അവിടെ വെച്ച് മേശയ്ക്കടുത്തേക്ക് ഓടിച്ചെന്നു. സാറേ, രാഘവൻ സാറേ. കുട്ടൻ നായരുടെ നിലവിളി കേട്ട് രാഘവൻ പത്രം പതുക്കെ താഴെ വെച്ചു. എന്താടോ? കാലത്തെ തന്നെ ആരുടെ പോത്താണോ പുരിടത്തിൽ കയറിയത്? രാഘവൻ ചോദിച്ചു. പോത്തല്ല സാറേ, ആ ജേക്കബിന്റെ പറമ്പിൽ. അവിടെ വരെ നമുക്കൊന്ന് പോണം സാറേ, കുട്ടൻ നായർ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം എന്ന് തെളിച്ചു പറ കുട്ടൻ നായരെ. സാറേ, അവിടെ ഒരു ബോഡി കിടപ്പുണ്ടെന്ന്. പണിയായുധങ്ങൾ വെക്കുന്ന ആ പഴയ ഷെഡിൽ. നമുക്ക് വേഗം അവിടെ വരെ ഒന്ന് പോണം. SI സാറിനെ ഒന്ന് വിളിച്ചറിയിക്കണം. രാഘവന്റെ മുഖത്തെയും ഭാവം മാറി. അയാൾ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആ തണുത്ത പ്രഭാതത്തിൽ വാഗമൺ സ്റ്റേഷനിലേക്ക് ഒരു വലിയ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുകയായിരുന്നു. മഞ്ഞിലൂടെ സൈറൻ മുഴങ്ങിക്കൊണ്ട് പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. വലിയൊരു ബ്രേക്കിടലോടെ ജീപ്പ് ആ മൺവഴിയിൽ നിന്നു. ജീപ്പിന്റെ തൊട്ടു പിന്നിലായി വലിയ ശബ്ദത്തോടെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റും വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയത് SI സത്യനാണ്. കാക്കി യൂണിഫോമിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച പ്രസരിപ്പുള്ള ഒരു യുവ ഓഫീസർ. അപ്പോഴേക്കും ആ പറമ്പിൽ അത്യാവശ്യ ആളുകൾ കൂടിയിരുന്നു. പരസ്പരം അടക്കി പിടിച്ച് സംസാരിക്കുന്ന നാട്ടുകാർ. ജീപ്പിൽ നിന്നിറങ്ങിയ കുട്ടൻ നായരും രാഘവനും ചേർന്ന്
ആളുകളെ വകഞ്ഞു മാറ്റി SI സത്യന് വഴിയൊരുക്കി. മാറി നിൽക്ക്, രാഘവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സത്യൻ ഗൗരവത്തോടെ മുന്നോട്ട് നടന്നു. റബ്ബർ മരങ്ങൾക്കിടയിലുള്ള ജേക്കബിന്റെ പഴയ പണിയായുധങ്ങൾ വയ്ക്കുന്ന ആ തകര ഷെഡിന് മുന്നിലെത്തി അയാൾ നിന്നു. ഷെഡിന്റെ പാതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അയാൾ അകത്തേക്ക് നോക്കി. സത്യന്റെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായിരുന്നോ, അതോ അതൊരു അഭിനയമായിരുന്നോ? ഷെഡിനുള്ളിലെ മൺതറയിൽ ഉണങ്ങിയ ഇലകൾക്കും തുരുമ്പെടുത്ത വാക്കത്തികൾക്കും നടുവിലായി ആ കാഴ്ച കിടപ്പുണ്ടായിരുന്നു. പൂർണ്ണമായും മാംസം ദ്രവിച്ചു പോയ മഞ്ഞ കലർന്ന വെളുപ്പ് നിറമുള്ള ഒരു മനുഷ്യ അസ്ഥികൂടം. അതിൻ്റെ വലിയ കൺകുഴികൾ അനന്തതയിലേക്ക് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആളുകളെല്ലാം ശ്വാസമടക്കി പിടിച്ച് ആ ഭയാനകമായ കാഴ്ച നോക്കി നിൽക്കാണ്. വാഗമണ്ണിലെ ആ നിഷ്കളങ്കമായ ഗ്രാമത്തിലേക്ക് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു രഹസ്യത്തിന്റെ വാതിൽ ആ നിമിഷം തുറക്കപ്പെടുകയായിരുന്നു. അസ്ഥിക്കുടം കിടക്കുന്ന ആ തകരഷെഡിന് ചുറ്റും പോലീസ് മഞ്ഞട്ടേപ്പ് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. കൂടി നിൽക്കുന്ന നാട്ടുകാരെ കോൺസ്റ്റബിൾ കുട്ടനായരും രാഘവനും ചേർന്ന് പുറകോട്ട് മാറ്റുന്നുണ്ട്. കനത്ത മഞ്ഞിലും ആൾക്കാരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും ആകാംക്ഷയും തളം കെട്ടി നിന്നു. SI സത്യൻ ആൾക്കൂട്ടത്തിൽ നിന്നും ജേക്കബിനെ മാത്രം പിടിച്ച് കുറച്ചു മാറി റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് നിർത്തി. കാഴ്ചയിൽ വളരെ പാവപ്പെട്ട ഒരു കർഷകൻ. എന്നാൽ ഇപ്പോൾ ആകെ പേടിച്ചു വിറയ്ക്കുകയാണ് ജേക്കബ്. തണുപ്പുള്ള ആ വാഗമൺ പ്രഭാതത്തിലും അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഊർന്നു വീഴുന്നുണ്ടായിരുന്നു. എന്താടോ ജേക്കബ് ഇത്? നിന്റെ പറമ്പിലെ ഷെഡിൽ എങ്ങനെ ഈ സാധനം വന്നു? സത്യൻ വളരെ ഗൗരവത്തിൽ ശബ്ദം ഘടിപ്പിച്ച് ചോദിച്ചു. നാട്ടുകാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സത്യന് നന്നായി അറിയായിരുന്നു. ജേക്കബ് കൈകൾ കൂപ്പിക്കൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇതാരോ ഇവിടെ കൊണ്ട് ഇട്ടതാണ് സാറേ. ആരോ കൊണ്ടുവന്നിടാൻ ഇതെന്താ ചന്തയോ? നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? സത്യൻ കണ്ണുരുട്ടി. സാറേ, ഞാനൊരു മാസമായിട്ട് എൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മാറിയതാ. ഇപ്പോൾ തന്നെ എൻ്റെ ഭാര്യയും പിള്ളേരും അവിടെയാണ്. ഈ തോട്ടത്തെക്കുറിച്ച് മരുന്നടിക്കാൻ വേണ്ടി ഞാനിന്ന് കാലത്തെ വന്നതാ സാറേ. അപ്പോഴാ ഷെഡ് തുറന്നതും ഈ നശിച്ച സാധനം കണ്ടതും. ജേക്കബ് കരയുന്നത് പോലെ പറഞ്ഞു നിർത്തി. പേടിച്ചു വിറയ്ക്കുന്ന ഒരു പാവം കർഷകനായിരുന്നു ജേക്കബ്. സത്യൻ തന്നെ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് ജേക്കബിന്റെ നെഞ്ചിലേക്കൊന്ന് ചെറുതായി കുത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കണം. മേലധികാരികൾ വരുന്നുണ്ട്. അവരോട് ഇത് തന്നെ പറഞ്ഞാൽ മതി. പെട്ടെന്നാണ് ദൂരെ നിന്നും വീണ്ടും പോലീസ് സൈറനുകളുടെ ശബ്ദം കേട്ടത്. ഇത്തവണ ഒന്നിലധികം വാഹനങ്ങളുണ്ട്. കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിച്ചുകൊണ്ട് പീരുമേട് ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം ആ പറമ്പിലേക്ക് വന്നിറങ്ങി. തൊട്ടു പിന്നാലെ ഫോറൻസിക് അസിസ്റ്റന്റ്മാരുടെ വാനും പോലീസ് ഡോഗ് സ്ക്വാഡും അവിടെ എത്തി. വാഹനത്തിൽ നിന്നിറങ്ങി ഡിവൈഎസ്പി വളരെ വേഗത്തിൽ ഷെഡിനടുത്തേക്ക് നടന്നു. സത്യൻ സല്യൂട്ട് അടിച്ചുകൊണ്ട് കൂടെ ചെന്നു. എന്താണ് സത്യൻ സ്റ്റാറ്റസ്? ഡിവൈഎസ്പി ചോദിച്ചു. സർ, ബോഡി പൂർണ്ണമായും ഡീകമ്പോസ്ഡ് ആണ്. വെറുമൊരു അസ്ഥികൂടം മാത്രം. ഈ പറമ്പിന്റെ ഉടമസ്ഥനാണ് കണ്ടത്, സത്യൻ വിശദീകരിച്ചു. അപ്പോഴേക്കും ഗ്ലൗസുകളും മാസ്കും ധരിച്ച ഫോറൻസിക് വിദഗ്ധർ ഷെഡിനുള്ളിൽ കയറി പരിശോധന തുടങ്ങി. അവർ വലിയ ക്യാമറകൾ വെച്ച് പല ആംഗിളുകളിൽ നിന്നും അസ്ഥികൂടത്തിന്റെ ഫോട്ടോകൾ എടുത്തു. ഡോഗ് സ്ക്വാഡിലെ പോലീസ് നായയെ ഷെഡിനുള്ളിലേക്ക് കയറ്റിവിട്ടു. എന്നാൽ അത് അവിടെ കിടന്ന അസ്ഥികളിൽ മണത്തു നോക്കിയ ശേഷം ചുറ്റും കുറച്ചുനേരം വട്ടം ചുറ്റിയതല്ലാതെ പ്രത്യേകിച്ചൊരു ദിശയിലേക്ക് ഓടിയില്ല. വിചിത്രമായിരിക്കുന്നു. ഇതിൽ മാംസത്തിന്റെ ചെറിയൊരു അംശം പോലും ഇല്ലല്ലോ. വളരെ വൃത്തിയാക്കിയതുപോലൊരു അസ്ഥികൂടം. ഫോറൻസിക് എക്സ്പേർട്സ് അസ്ഥികൾ ഓരോന്നായി പരിശോധിച്ചുകൊണ്ട് ഡിവൈഎസ്പിയോട് പറഞ്ഞു. പരിശോധനകൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് റോഡിൽ മറ്റൊരു പോലീസ് ജീപ്പ് വന്ന് നിന്നത്. അതിൽ നിന്നും വളരെ സാവധാനം, ഒരു കൂസലുമില്ലാതെ അയാൾ ഇറങ്ങി വന്നു. വാഗമൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ രാജേഷ് കുര്യൻ. യൂണിഫോമൊക്കെ വളരെ ഷാർപ്പായി ഇസ്തിരിയിട്ട് മുഖത്തൊരു ഗൗരവവും വെച്ച് അയാൾ നേരെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് നടന്നു വന്ന് സല്യൂട്ട് ചെയ്തു. ഡിവൈഎസ്പി തിരിഞ്ഞ് രാജേഷിനെ അടിമുടിയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. സ്വന്തം സ്റ്റേഷൻ പരിധിയിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും സകല ഡിപ്പാർട്ട്മെന്റുകളും വന്നിട്ടും ഏറ്റവും അവസാനമാണോ ഒരു SHO വരുന്നത്? നിങ്ങൾ എന്താ രാജേഷ്, ഈ വഴി വല്ല പ്രഭാത സഫാരിക്കും ഇറങ്ങിയതാണോ? ഡിവൈഎസ്പിയുടെ ശബ്ദത്തിൽ പരിഹാസവും ദേഷ്യവും നിറഞ്ഞു നിന്നു. നാട്ടുകാർ നിൽക്കുന്നത് കൊണ്ട് അയാൾ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയില്ല. സോറി സാർ, ഞാൻ അതിരാവിലെ നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ എത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം വിളിച്ചറിയിച്ച ഉടനെ ഇറങ്ങിയതാണ്. ജീപ്പിന് ചെറിയൊരു തകരാറ്, അതാണ് വൈകിയത്. രാജേഷ് വളരെ ശാന്തമായി ഒരു പതർച്ചയില്ലാതെ മറുപടി പറഞ്ഞു. നിങ്ങളുടെയും മെല്ലെപ്പൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല രാജേഷ്. ഇതൊരു സാധാരണ കേസാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ സത്യനിൽ നിന്ന് മനസ്സിലാക്കുക, ഡിവൈഎസ്പി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. രാജേഷ് കുമാർ പതിയെ സത്യനെ നോക്കി. സത്യ നടന്ന കാര്യങ്ങൾ രാജേഷ് കുര്യനെ ബ്രീഫ് ചെയ്തു.
ഫോറൻസിക് വിദഗ്ധർ വളരെ സൂക്ഷ്മതയോടെ ആ അസ്ഥികൾ ഓരോന്നായി പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിലാക്കി സീൽ ചെയ്തു. തലയോട്ടിയും വാരിയലുകളും കൈകാലുകളുടെ അസ്ഥികളും വെവ്വേറെ പാക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് ഈ അസ്ഥികൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. അവിടെ വെച്ച് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനയും DNA ടെസ്റ്റും നടക്കണം. DNA റിസൾട്ട് വന്നാൽ മാത്രമേ ആളെ തിരിച്ചറിയാൻ കഴിയൂ. DYSP നിർദ്ദേശം നൽകി. യെസ് സർ. രാജേഷ് കുര്യൻ തലയാട്ടി. പോലീസ് കാവലിൽ ആ അസ്ഥികൾ കയറ്റിയ ആംബുലൻസ് കോട്ടയം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആംബുലൻസ് പോകുന്നത് നോക്കി രാജേഷ് കുര്യനും സത്യനും ജേക്കബും ആ പറമ്പിൽ നിന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത കുട്ടിക്കാനത്തെ ആ പഴയ പോലീസ് ക്ലബ്ബ്. പുറത്ത് കോടമഞ്ഞും കാറ്റും ഇരമ്പിയാർക്കുന്നുണ്ട്. ക്ലബിന്റെ വിശാലമായ കോൺഫറൻസ് ഹാളിൽ നല്ല തണുപ്പായിരുന്നു. നടുവിലെ വലിയ തേക്കുമേശയ്ക്ക് ചുറ്റും പീരുമേട് DYSP ഇൻസ്പെക്ടർ രാജേഷ് കുമാർ, SI സത്യൻ എന്നിവർ ഇരിപ്പുണ്ട്. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന ഫയലുകൾക്കും പാതി കുടിച്ച കാപ്പികൾക്കും ഇടയിലുള്ള ഒരു ലാൻഡ് ലൈൻ ഫോണിലേക്കാണ് മൂവരുടെയും കണ്ണുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചീഫ് ഫോറൻസിക് സർജനിൽ നിന്നുള്ള കോൾ കാത്തിരിക്കുകയാണ് അവർ. ആ അസ്ഥികൂടത്തിന്റെ DNA റിപ്പോർട്ട് ഇന്നറിയാം. SI സത്യൻ തന്റെ താടിയിൽ കൈവച്ച് വല്ലാത്തൊരു ടെൻഷനോടെ ഇരിക്കുകയാണ്. രാജേഷ് കുര്യൻ കൈകളിലെ വിരലുകൾ പരസ്പരം കോർത്തുപിടിച്ച് വളരെ ഗൗരവത്തിൽ എന്തോ ആലോചിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കേസിന്റെ പുറകെ ഓടി ഉറക്കമൊഴിച്ചതിന്റെ ക്ഷീണം രാജേഷിന്റെ സത്യന്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. DYSP വേഗത്തിൽ റിസീവർ എടുത്തു. ഹലോ ഡോക്ടർ, പറയൂ, എന്താ റിസൾട്ട്? DYSPയുടെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. മറുതലയ്ക്കിൽ നിന്നും ഫോറൻസിക് സർജൻ സംസാരിച്ചു തുടങ്ങി. ഓരോ വാക്ക് കേൾക്കുമ്പോഴും DYSPയുടെ മുഖത്തെ ഭാവം മാറിക്കൊണ്ടിരുന്നു. ആകാംക്ഷ മാറി അവിടെ വലിയൊരു ഞെട്ടലും അവിശ്വാസവും നിറഞ്ഞു. വാട്ട്? ഡോക്ടർ എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നേ? ആർ യു ഷുവർ? ഓ മൈ ഗോഡ്. DYSP വിയർക്കാൻ തുടങ്ങി. രാജേഷും സത്യനും പരസ്പരം നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശരി ഡോക്ടർ, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം. ഈ വിവരം മറ്റാരും അറിയരുത്. അത്രയും പറഞ്ഞ് DYSP ഫോൺ കട്ട് ചെയ്ത് കസേരയിലേക്ക് തളർന്നിരുന്നു. അയാൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി. എന്താ സാർ, എന്താ ഡോക്ടർ പറഞ്ഞത്? അത് ആളെ തിരിച്ചറിയാൻ പറ്റിയോ? രാജേഷ് കുര്യൻ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. DYSP സാവധാനം തലയുയർത്തി രാജേഷിനെയും സത്യനെയും മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം ഭയം ഉണ്ടായിരുന്നു. രാജേഷ്, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കേസല്ല ഇത്. കോട്ടയത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ ടീം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ആ കിട്ടിയ അസ്ഥികൂടം. DYSP വാക്കുകൾ കിട്ടാതെ നിർത്തി. അസ്ഥികൂടത്തിന് എന്താ സാർ? സത്യൻ ചോദിച്ചു. അത് ഒരാളുടേതല്ല. അതിലെ തലയോട്ടി ഏകദേശം 40 വയസ്സുള്ള ഒരു പുരുഷൻ്റേതാണ്. എന്നാൽ വാരിയലുകൾ 20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടേതാണ്. കൈകാലികളുടെ അസ്ഥികൾ വേറെ 2 വ്യത്യസ്ത ആളുകളുടേതാണ്. പല മനുഷ്യരുടെ അസ്ഥികൾ വളരെ കൃത്യമായി ഒരു മെഡിക്കൽ വിദഗ്ധന് മാത്രം ചെയ്യാവുന്ന രീതിയിൽ കൂട്ടിച്ചേർത്ത് വെച്ചൊരു ഫ്രാങ്കസ്റ്റീൻ അസ്ഥികൂടാണ് ആ ഷെട്ടിൽ നിന്നും നമുക്ക് കിട്ടിയത്. ഈ വാക്കുകൾ കേട്ടതും രാജേഷ് കുര്യൻ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. സത്യൻ അവിശ്വസനീയതയോടെ വായ പൊത്തി. സർ, അപ്പോൾ ഇതൊരു സൈക്കോ കില്ലറുടെ പണിയാണോ? 4 പേരെ കൊന്നിട്ടുണ്ടാവുമോ? രാജേഷ് കുര്യന്റെ ശബ്ദത്തിൽ ഒരു യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആശങ്ക നിറഞ്ഞു. എനിക്കറിയില്ല രാജേഷ്, DNA എടുക്കാൻ കഴിയില്ല. കാരണം ഓരോ അസ്ഥിയിലും ഓരോ DNA ആണ്. മെഡിക്കൽ കോളേജിൽ നിന്നോ മറ്റോ അസ്ഥികൾ മോഷ്ടിച്ച് ആരോ നമ്മളോട് ഒരു ഗെയിം കളിക്കുകയാണ്. ഈ വാർത്ത മീഡിയ അറിഞ്ഞാൽ കേരളം കത്തും. ഡിപ്പാർട്ട്മെന്റിന് മറുപടി പറയാൻ കഴിയില്ല. DYSP മേശയിലിടിച്ച് ദേഷ്യപ്പെട്ടു. ഹാളിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. സത്യൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. രാജേഷ് കുര്യൻ കണ്ണുകളടച്ച് ഡെസ്കിലേക്ക് ചാരിയിരുന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണ്. ഒരു ബുദ്ധിമാനായ ഇൻസ്പെക്ടർ ആ കേസിന്റെ കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നത് പോലെ. പെട്ടെന്ന് രാജേഷ് കുര്യൻ കണ്ണുകൾ തുറന്നു. സർ, ഇതിലൊരു വഴിയുണ്ട്, രാജേഷ് പറഞ്ഞു. എന്ത് വഴി? ആകെയുള്ളത് പലരുടേതുമായ കുറെ എല്ലിൻ കഷ്ണങ്ങളാണ്, DYSP നിരാശയോടെ പറഞ്ഞു. അല്ല സർ, ആ തലയോട്ടി അതൊരാളുടേതാണല്ലോ. ബാക്കി അസ്ഥികൾ ആരുടേതായാലും ആ തലയോട്ടി ആരുടേതാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കൊരു ലീഡ് കിട്ടും. ആ തലയോട്ടിയിൽ ഒരു മുഖം റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ മരിച്ചതാരാണെന്നോ അല്ലെങ്കിൽ ഏത് കുഴിമാടത്തിൽ നിന്നാണത് മോഷ്ടിച്ചതെന്നോ നമുക്ക് കണ്ടുപിടിക്കാം. രാജേഷ് വളരെ കൃത്യമായി തൻ്റെ ഐഡിയ അവതരിപ്പിച്ചു. DYSP കുറച്ചുനേരം ചിന്തിച്ചു. ഐഡിയ കൊള്ളാം രാജേഷ്, പക്ഷേ ആ തലയോട്ടി വളരെ പഴയതാണ്. അതിൽ കൃത്യമായൊരു ഫേസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഫോറൻസിക് ലാബിലെ സൗകര്യങ്ങൾ വെച്ച് മാസങ്ങളെടുക്കും. അത്രയും സമയം നമുക്കില്ല. രാജേഷ് ഉടനെ മറുപടി പറഞ്ഞു. കേരളത്തിൽ വേണ്ട സാർ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഓഫീസർ.
സന്ദീപ് മാധവൻ. ഈ ഫേസ് റീക്രിയേഷൻ ഫീൽഡിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എക്സ്പേർട്ടാണ് അയാൾ. കഴിഞ്ഞ വർഷം ഡൽഹിയിലെ ഒരു കേസ് തെളിയിച്ചത് അയാളുണ്ടാക്കിയ ഫേസ് വെച്ചാണ്. അയാളെ കൊണ്ട് മാത്രമേ ഈ തലയോട്ടിക്ക് ഒരു മുഖം നൽകാൻ കഴിയൂ സർ. ഇത് കേട്ടതും സത്യൻ സംശയത്തോടെ രാജേഷിനെ നോക്കി. ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനെ ഈ വാഗമണിലൊരു കേസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ സർ? നടന്നത് തന്നെ. അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ? മിനിസ്ട്രി ലെവലിൽ പെർമിഷൻ വേണ്ടേ? സത്യൻ തികച്ചും പ്രായോഗികമായ ഒരു തടസ്സം ഉന്നയിച്ചു. DVSP രാജേഷിനെയും സത്യനെയും നോക്കി. പിന്നെ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇതൊരു സാധാരണ കേസല്ല സത്യൻ. കേരളത്തിലൊരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ നാളെ രാവിലെ തന്നെ SP-യുമായി സംസാരിച്ച് DGP വഴി മിനിസ്ട്രിയിലേക്ക് ലെറ്റർ അയക്കാൻ ഏർപ്പാടാക്കാം. ആ സന്ദീപ് മാധവൻ, അയാളെ നമുക്ക് ഇങ്ങോട്ട് വേണം, DVSP ഉറപ്പിച്ചു പറഞ്ഞു. രാജേഷും സത്യനും പരസ്പരം നോക്കിയില്ല. രാജേഷിന്റെ മുഖത്ത് താൻ പറഞ്ഞ ഒരു ഐഡിയ മേലധികാരി അംഗീകരിച്ചതിലുള്ള ഒരു സാധാരണ ഇൻസ്പെക്ടറുടെ ആശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ന്യൂഡൽഹിയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തിളങ്ങുന്ന വെള്ള വെളിച്ചമുള്ള AC-യുടെ തണുപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ മുറിയുടെ നടുവിലായി ഒരു 3D ഡിജിറ്റൽ സ്ക്രീൻ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. അതിനു മുന്നിലായി വില കൂടിയ സ്യൂട്ട് ധരിച്ച, അത്യാവശ്യം പ്രായം തോന്നിക്കുന്ന എന്നാൽ വളരെ ഗൗരവക്കാരനായ ഒരാൾ നിൽപ്പുണ്ട്. സന്ദീപ് മാധവൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫേസ് റീക്രിയേഷൻ ആൻഡ് ഫോറൻസിക് എക്സ്പേർട്ട്. അയാൾ സ്ക്രീനിലുള്ള ഒരു തലയോട്ടിയുടെ 3D മോഡലിലേക്ക് നോക്കി എന്തൊക്കെയോ കമാൻഡുകൾ നൽകുകയാണ്. തൊട്ടുപിന്നിൽ അയാളുടെ അസിസ്റ്റന്റ്മാരും ഡൽഹി പോലീസിലെ 2 ഉയർന്ന ഉദ്യോഗസ്ഥരും വളരെ ബഹുമാനത്തോടെ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നോക്കൂ അജി സർ, സന്ദീപ് അയാളുടെ വില കൂടിയ കണ്ണട ഒന്ന് നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു. മനുഷ്യർക്ക് കള്ളം പറയാൻ കഴിയും, CCTV ക്യാമറകൾ നശിപ്പിക്കാനും കഴിയും. പക്ഷെ ഒരു മനുഷ്യന്റെ അസ്ഥി, അതൊരിക്കലും കള്ളം പറയില്ല. ഞാൻ വരയ്ക്കുന്ന ഈ വരകളിൽ ആ അസ്ഥിയുടെ ഉടമസ്ഥൻ ആരാണെന്ന സത്യം തെളിഞ്ഞു വരും. സന്ദീപ് കീബോർഡിൽ അവസാനത്തെ എൻ്റർ കീ അമർത്തുമ്പോൾ ആ സ്ക്രീനിലെ തലയോട്ടിക്ക് മുകളിൽ പേശികളും തൊലിയും രൂപപ്പെട്ട് അതൊരു വ്യക്തമായ മനുഷ്യമുഖമായി മാറി. പിന്നിൽ നിന്ന ഉദ്യോഗസ്ഥർ അത്ഭുതത്തോടെ കൈയടിച്ചു. ആ കൈയടികൾ കേൾക്കുമ്പോൾ സന്ദീപിന്റെ ചുണ്ടിൽ വളരെ അഹങ്കാരം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. താനൊരു അമാനുഷികനാണെന്ന, നിയമത്തിന് മുകളിലാണ് തൻ്റെ ബുദ്ധിയെന്ന അമിതമായ ആത്മവിശ്വാസം ആ ചിരിയിലുണ്ടായിരുന്നു. തൻ്റെ പ്രൈവറ്റ് ക്യാബിനിലെ ലെതർ കസേരയിലേക്ക് ചാരിയിരുന്ന് ചൂടുള്ള കോഫി കുടിക്കുകയായിരുന്നു സന്ദീപ്. അപ്പോഴാണ് അയാളുടെ മേശപ്പുറത്തുള്ള ലാൻഡ് ലൈൻ ഫോൺ ശബ്ദിച്ചത്. ഡൽഹി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നായിരുന്നു ആ കോൾ. സന്ദീപ്, നിങ്ങളെക്കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് ഹോം മിനിസ്ട്രിയിൽ നിന്നും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണത്രേ. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് സർ? സന്ദീപ് ഒരു കൂസലുമില്ലാതെ ചോദിച്ചു. കേരളം, ഇടുക്കി ജില്ലയിൽ നിന്നും. അവരുടെ DNA ടെസ്റ്റുകളൊക്കെ പരാജയപ്പെട്ടു. 4-5 പേരുടെ അസ്ഥികൾ ചേർത്ത് വെച്ചൊരു സ്കെൽറ്റൻ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. ഒരൊറ്റ തലയോട്ടി മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ വേറെ ആൾക്കാരുടേതാണ്. ഡിപ്പാർട്ട്മെന്റ് ആകെ ഇരുട്ടിലാണ്. നിങ്ങളെ വേണമെന്ന് അവിടുത്തെ DGP പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സന്ദീപിന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പരിഹാസച്ചിരി വിടർന്നു. അവിടുത്തെ ലോക്കൽ പോലീസിന് ഇതിൻ്റെയോ ഒന്നും ABCD അറിയില്ല സർ. ഞാനൊന്ന് നോക്കാം. എവിടെയാ സ്ഥലം? വാഗമൺ. വാഗമൺ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. വാഗമൺ. ആ പേര് കേട്ടതും സന്ദീപിന്റെ ചിരി പെട്ടെന്ന് മാഞ്ഞു. കോഫി കപ്പ് പിടിച്ചിരുന്ന അയാളുടെ കൈകൾ ഒന്ന് നിശ്ചലായി. അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു ഭാവമാറ്റം മിന്നിമറഞ്ഞു. പഴയതെന്തോ ഓർക്കാൻ ശ്രമിക്കുന്നത് പോലെയോ അതോ ഏതോ ഓർമ്മകൾ അയാളെ അസ്വസ്ഥനാക്കുന്നത് പോലെയോ. ഹലോ സന്ദീപ്, ആർ യു ദേർ? ഫോണിൽ നിന്നും കമ്മീഷണറുടെ ശബ്ദം കേട്ടപ്പോൾ സന്ദീപ് ഞെട്ടിയുണർന്നു. യെസ് സർ, ഐ എം ഹിയർ. വാഗമൺ അല്ലേ? ഓക്കെ, നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ കൊച്ചിയിലേക്ക് തിരിക്കാം. അവർക്ക് ഇൻഫോം ചെയ്തെങ്കിൽ. ഫോൺ വെച്ച ശേഷം സന്ദീപ് തൻ്റെ ക്യാബിൻ്റെ വലിയ ഗ്ലാസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. വാഗമൺ. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയതാണ്. ആ മഞ്ഞും അവിടെ വെച്ചുണ്ടായ ആ സംഭവങ്ങളും. അയാൾ തലയൊന്ന് കുടഞ്ഞു. വെറുമൊരു തോന്നലാണ്. ആർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ആ പഴയ സന്ദീപല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറൻസിക് വിദഗ്ധനാണ്. അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് തൻ്റെ അഹങ്കാരത്തെ വീണ്ടും കൂട്ടുപിടിച്ചു. കൊച്ചിയിൽ നിന്നും പോലീസ് കാവലിൽ വന്ന ആ വെള്ള ഇന്നോവ കാർ പീരുമേടും കഴിഞ്ഞ് വാഗമണിൻ്റെ ഹെയർപിൻ വളവുകൾ കയറുകയാണ്. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന സന്ദീപ് പുറത്തേക്ക് നോക്കി. കനത്ത കോടമഞ്ഞ് പൈൻമരങ്ങളെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിലെ ചൂടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ എല്ലുകൾ തുളയ്ക്കുന്ന തണുപ്പ്.
ഈ സ്ഥലത്തിന് ഇപ്പോഴൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് സന്ദീപ് മനസ്സിൽ കരുതി. സന്ദീപിന് താമസിക്കാൻ വേണ്ടി പ്രത്യേക സുരക്ഷയോടെ ഏർപ്പാടാക്കിയിരുന്ന വാഗമണിലെ ആ വലിയ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കാറ് വന്ന് നിന്നു. അവിടെ സന്ദീപിനെ കാത്ത് രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ രാജേഷ് കുര്യനും SI സത്യനും. യൂണിഫോമിൽ വളരെ സ്മാർട്ടായി നിൽക്കുന്നവർ കാറ് നിന്ന ഉടനെ അടുത്തേക്ക് ചെന്നു. ഒരു VIP സ്വീകരിക്കുന്ന എല്ലാ ബഹുമാനത്തോടെയും സത്യൻ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. വില കൂടിയ ഒരു ലോങ് കോട്ടും ധരിച്ച് കണ്ണടയും വെച്ച് സന്ദീപ് ഗാംഭീര്യത്തോടെ പുറത്തിറങ്ങി. ചുറ്റുമുള്ള മഞ്ഞിലേക്കും ആ ഗസ്റ്റ് ഹൗസിലേക്കും അയാൾ ഒരു വേള നോക്കി. വെൽക്കം ടു വാഗമൺ സർ. ഞാൻ ഈ സ്റ്റേഷനിലെ SHO ഇൻസ്പെക്ടർ രാജേഷ് കുര്യൻ. ഇത് SI സത്യൻ. രാജേഷ് കുര്യൻ വളരെ വിനയത്തോടെ സല്യൂട്ട് അടിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. സത്യനും കൂടി സല്യൂട്ട് ചെയ്തു. സന്ദീപ് വളരെ ചെറിയൊരു പുഞ്ചിരിയോടെ അവർക്ക് കൈ കൊടുത്തു. ആ നോട്ടത്തിൽ ഒരുതരം പുച്ഛമുണ്ടായിരുന്നു. താഴെത്തട്ടിലുള്ള പോലീസുകാരോട് കാണിക്കുന്ന സ്വാഭാവികമായ ഒരു അകൽച്ച. ഞാൻ നിങ്ങളുടെ ഫയലുകൾ യാത്രക്കിടയിൽ വായിച്ചിരുന്നു ഇൻസ്പെക്ടർ. സന്ദീപ് ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. പലരുടെയും മെല്ലുകൾ ഒന്നിച്ച് കണ്ടപ്പോൾ നിങ്ങളുടെ ലോക്കൽ എക്സ്പെർട്ട് ശരിക്കും വിയർത്തു അല്ലേ? ഡോൺ വറി, ഇതൊക്കെ ഒരു ചെറിയ പസിൽ മാത്രമാണ്. ആ തലയോട്ടി നാളെ രാവിലെ എനിക്ക് ലാബിൽ കിട്ടണം. 2 ദിവസത്തിനുള്ളിൽ ആ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ അനായാസമായി അയാൾ പറഞ്ഞു. തീർച്ചയായും സർ. സാർ വരുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഞങ്ങളിതിൽ പൂർണ്ണമായും ബ്ലൈൻഡായിരുന്നു. രാജേഷ് കുര്യൻ വളരെ ആത്മാർത്ഥതയോടെ, ഒരു യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിസ്സഹായതയോടെ പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. എൻ്റെ ലഗേജ് ഒന്ന് റൂമിലെത്തിക്കാൻ പറയണം. സന്ദീപ് അത്രയും പറഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു കയറി. സത്യൻ വേഗത്തിൽ പോയി കാറിൽ നിന്നും സന്ദീപിന്റെ വലിയ പെട്ടികൾ എടുത്തുകൊണ്ട് അയാളുടെ പിന്നാലെ നടന്നു. രാജേഷ് കുര്യൻ മാത്രം ആ കോടമഞ്ഞിൽ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. സന്ദീപ് നടന്നു പോകുന്ന ആ വഴിയിലേക്ക് അയാൾ നോക്കി. തൻ്റെ മുന്നിൽ അഹങ്കാരത്തോടെ നടന്നുപോയ ആ വലിയ ഉദ്യോഗസ്ഥൻ ഒരു ചെറിയ ചിരിയോടെ രാജേഷും ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു കയറി. കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫോറൻസിക് ലബോറട്ടറി. AC തണുപ്പും ഫോർമാലിൻ്റെ രൂക്ഷഗന്ധവും ആ മുറിയിലാകെ നിറഞ്ഞു നിൽപ്പുണ്ട്. മുറിയുടെ നടുവിലായുള്ള വലിയ സ്റ്റീൽ മേശയ്ക്ക് മുകളിൽ വാഗമണ്ണിൽ നിന്നും കിട്ടിയ ആസ്തികൾ മനുഷ്യരൂപത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു. നീലനിറത്തിലുള്ള സർജിക്കൽ ഗ്ലൗസും ധരിച്ച് സന്ദീപ് മാധവൻ ആ മേശയ്ക്ക് ചുറ്റും നടക്കുകയാണ്. അയാളുടെ മുഖത്ത് അതിയായ ഗൗരവമുണ്ട്. ഓരോ അസ്ഥിയും അയാൾ സൂക്ഷ്മമായി എടുത്തു നോക്കി. ഇൻസ്പെക്ടർ രാജേഷ് കുര്യനും SI സത്യനും കുറച്ചു മാറി. കൈകൾ പിറകിൽ കെട്ടി തികഞ്ഞ ബഹുമാനത്തോടെ അയാൾ ചെയ്യുന്നത് നോക്കി നിൽപ്പുണ്ട്. ഒരു വലിയ ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിക്കരുതെന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. നിങ്ങളുടെ DNA ടെസ്റ്റ് പൊട്ടിയതിൽ ഒരത്ഭുതമില്ല ഇൻസ്പെക്ടർ. സന്ദീപ് ഒരു കാലിൻ്റെ അസ്ഥി താഴെ വെച്ചുകൊണ്ട് രാജേഷിനെ നോക്കി പറഞ്ഞു. 2 വ്യത്യസ്ത പുരുഷന്മാരുടെ കാലെല്ലുകൾ, 20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വാരിയെല്ലുകൾ, പിന്നെ ഈ തലയോട്ടി. ഇതൊരു 40 വയസ്സുകാരൻ്റെതാണ്. തികച്ചും വിചിത്രമായൊരു ജിഗ്സോ പസിൽ. യെസ് സർ. ആരോ തങ്ങളെ മനഃപൂർവ്വം കുഴപ്പിക്കാൻ ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ലീഡ് കിട്ടുമോ സർ? രാജേഷ് വളരെ വിനയത്തോടെ ചോദിച്ചു. സന്ദീപ് ഒരു പുച്ഛച്ചിരിയോടെ തൻ്റെ വില കൂടിയ 3D സ്കാനർ പുറത്തെടുത്തു. ഒരു സീരിയൽ കില്ലർക്കും എന്നെ കുഴപ്പിക്കാൻ കഴിയില്ല രാജേഷ്. തലയൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം വെവ്വേറെ കുഴിമാടങ്ങളിൽ നിന്നും എടുത്തതായിരിക്കും. അതുകൊണ്ട് ഈ ബാക്കി എല്ലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ തലയോട്ടി, ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ പ്രതി. ഇതിനൊരു മുഖം നൽകിയ ഇത് ആരുടേതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച ബാക്കി അസ്ഥികൾ അവൻ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് ഈ തലയോട്ടിക്കാരൻ നമുക്ക് പറഞ്ഞു തരും. സന്ദീപിന്റെ ആത്മവിശ്വാസം കണ്ട് സത്യൻ രാജേഷിനെ ഒളികണ്ണിട്ടൊന്ന് നോക്കി. രാജേഷിന്റെ മുഖത്ത് ഇപ്പോഴും ആ അച്ചടക്കമുള്ള പോലീസുകാരന്റെ ഭാവം തന്നെയായിരുന്നു. സന്ദീപ് ആ തലയോട്ടി സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. പുറത്ത് ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. ലാബിലെ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ കണ്ണെടുക്കാതിരിക്കുകയാണ് സന്ദീപ്. സ്ക്രീനിൽ ആ തലയോട്ടിയുടെ 3D രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ട്. സന്ദീപ് അതിലേക്ക് ടിഷ്യൂ മാർക്കറുകൾ വെച്ച് പേശികളുടെ കട്ടി അളന്നു നൽകുകയാണ്. എന്നാൽ സമയം കഴിയുന്തോറും സന്ദീപിന്റെ മുഖത്തെ ആ പഴയ അഹങ്കാരം പതിയെ മാഞ്ഞു തുടങ്ങി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. AC തണുപ്പിലും അയാൾക്ക് വല്ലാത്തൊരു ചൂടനുഭവപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും സ്ക്രീനിൽ വ്യക്തമായൊരു മുഖം രൂപപ്പെടുന്നില്ല. അഥവാ രൂപപ്പെട്ടാൽ തന്നെ മനുഷ്യർക്കുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വികലമായൊരു താടിയിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞ കവിളുകളുമാണ് വരുന്നത്. സന്ദീപ് പലതവണ സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്തു നോക്കി. വീണ്ടും വീണ്ടും അളവുകൾ നൽകി. ഇല്ല, ഫലം പഴയത് തന്നെ. ഡൽഹിയിലെ വലിയ കേസുകൾ നിഷ്പ്രയാസം തെളിയിച്ച ആ വിരലുകൾ ആദ്യമായി കീബോർഡിലൊന്ന് വിറച്ചു.
ഇതെങ്ങനെ സംഭവിക്കും? ഇമ്പോസിബിൾ. സന്ദീപ് പല്ലിറുമി സ്വയം പിറുപിറുത്തു. അയാൾ വേഗത്തിൽ എഴുന്നേറ്റ് സ്റ്റീൽ മേശയിലിരിക്കുന്ന ആ യഥാർത്ഥ തലയോട്ടി ഒന്നുകൂടി കയ്യിലെടുത്തു. വലിയൊരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് അയാൾ അതിൻ്റെ കവിളല്ലുകളിലേക്കും താടിയല്ലുകളിലേക്കും സൂക്ഷിച്ചു നോക്കി. ആ നിമിഷം സന്ദീപിൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അയാളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ആ തലയൊടിയുടെ താടിയെല്ലിൻ്റെ ഭാഗത്തും കവിളലിൻ്റെ വശങ്ങളിലും വളരെ സൂക്ഷ്മമായ ഉരഞ്ഞ പാടുകൾ. സാൻഡ് പേപ്പറോ അതുപോലുള്ള മറ്റെന്തെങ്കിലുമോ ഉപയോഗിച്ച് ആ തലയോട്ടിയുടെ യഥാർത്ഥ രൂപം ആരോ ബോധപൂർവം ഉരച്ചു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് സോഫ്റ്റ്വെയറിന് ആ മുഖം കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയാത്തത്. ഇതൊരു സാധാരണ കൊലപാതകിയുടെ പണിയല്ല. സന്ദീപിന്റെ തലച്ചോറിലൂടെ ചിന്തകൾ മിന്നൽ പോലെ പാഞ്ഞു. ഫോറൻസിക്കിനെക്കുറിച്ചും ഫേസ് റീക്രിയേഷന്റെ പരിമിതികളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ആരോ ചെയ്തതാണിത്. ഒരു സോഫ്റ്റ്വെയറിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം തലയോട്ടിയുടെ രൂപം മാറ്റിയെടുക്കാൻ ഒരു മെഡിക്കൽ പ്രതിഭയ്ക്ക് മാത്രമേ കഴിയൂ. സന്ദീപിന്റെ നെഞ്ചിലൊരു തീ കോരിയിട്ടതുപോലെ തോന്നി. ഇതൊരു കൊലപാതകം മറച്ചുവെക്കാൻ വേണ്ടി ചെയ്തതല്ല. ഫേസ് റീക്രിയേഷൻ ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ പൂർണ്ണമായും തോൽപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു കെണിയാണ്. ഇന്ത്യയിൽ ഈ ഫീൽഡിന് താനാണ് ഏറ്റവും മികച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ വേണ്ടി ആരോ കാത്തിരുന്നൊരുക്കിയ വലയാണ് ആ അസ്ഥിക്കൂടം. ആരായിരിക്കും അത്? എന്തിന് തന്നോടിങ്ങനെ ചെയ്യണം? വാഗമൺ. ആ പേര് അയാളുടെ തലച്ചോറിൽ വീണ്ടും മുഴങ്ങി. പണ്ട് നടന്ന ആ സംഭവങ്ങൾ? ഇല്ല, ആർക്കും അതറിയാൻ വഴിയില്ല. ഭയത്തോടെ സന്ദീപ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും കണ്ണെടുത്ത് ലാബിന്റെ ഗ്ലാസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ആ ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഇൻസ്പെക്ടർ രാജേഷ് കുര്യനും SI സത്യനും നിൽപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നില്ലായിരുന്നു. പകരം ഗ്ലാസ്സിലൂടെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കണ്ണു ചിമ്മാതെ അവർ സന്ദീപിനെ തന്നെ നോക്കി നിൽക്കാണ്. സാധാരണയായി ഒരു കേസ് അന്വേഷിക്കാൻ നിൽക്കുന്ന പോലീസുകാരുടെ നോട്ടമായിരുന്നില്ല അത്. വലയിൽ കുടുങ്ങി പിടയുന്ന ഒരു ഇരയെ പുറത്തുനിന്ന് വളരെ ശാന്തമായി നോക്കി നിൽക്കുന്ന വേട്ടക്കാരുടെ നോട്ടായിരുന്നു അത്. അവരുടെ ആ നിശബ്ദതയിൽ സന്ദീപിന് നേരെ നീളുന്ന 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യമായി സന്ദീപ് മാധവൻ എന്ന അഹങ്കാരിയെ ഉദ്യോഗസ്ഥൻ ഭയന്നു. ആ വലിയ AC മുറിക്കുള്ളിലും അയാളുടെ ചുണ്ടുകൾ വരണ്ടു. തന്നെ രക്ഷിക്കാൻ ഡൽഹിയിലുള്ള തന്റെ ഡിപ്പാർട്ട്മെന്റിനോ സ്വാധീനത്തിനോ കഴിയില്ലെന്നും ശത്രുക്കൾ താൻ വിചാരിച്ചതിലും വളരെ അടുത്താണെന്നും അയാൾക്ക് മനസ്സിലായി തുടങ്ങി. വാഗമണ്ണിലെ കോടമഞ്ഞ് തന്നെ പൂർണ്ണമായും വിഴുങ്ങാൻ വരികയാണെന്ന് സന്ദീപ് തിരിച്ചറിയുന്ന ആ നിമിഷം. വാഗമണ്ണിലെ ഗസ്റ്റ് ഹൗസ്. രാത്രിയുടെ നിശബ്ദതയിൽ കോടമഞ്ഞ് ആ കെട്ടിടത്തെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. മുറിയിലെ ഹീറ്റർ ഓൺ ചെയ്തിട്ടും സന്ദീപിന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ലബോറട്ടറിയിൽ നിന്നും മടങ്ങി വന്നത് മുതൽ അയാളുടെ ഉള്ളിൽ ഒരു തരം ഭയാണ്. ജനാലയ്ക്കരികിൽ നിന്ന് അയാൾ പുറത്തെ കൂരിരുട്ടിലേക്ക് നോക്കി. ആരും കാണാതെ DNA പോലും കിട്ടാത്ത വിധം തലയോട്ടിയിലെ അടയാളങ്ങൾ ഉരച്ചു മാറ്റണമെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. തന്നെ ഈ വാഗമണ്ണിലേക്ക് തന്നെ വിളിച്ചു വരുത്താൻ ആരോ വിരിച്ച വലയാണത്. പക്ഷെ ആർക്കാണ് തന്നോട് ഇത്രയും വലിയ പക? രാജേഷിന്റെയും സത്യന്റെയും കണ്ണുകളിലെ ആ നിശബ്ദത എന്തായിരുന്നു? പെട്ടെന്ന് സന്ദീപിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഇരച്ചു കയറി. 15 വർഷങ്ങൾക്ക് മുമ്പ് താനൊരു ഫോറൻസിക് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നടന്ന ആ വാഗമൺ യാത്ര. അയാൾ കണ്ണുകൾ അടച്ചു. ആ പഴയ കോടമഞ്ഞിലേക്ക് അയാളുടെ ഓർമ്മകൾ സഞ്ചരിച്ചു. 15 വർഷങ്ങൾക്ക് മുമ്പ് സന്ദീപും അവന്റെ പണക്കാരായ ചില സുഹൃത്തുക്കളും വാഗമണ്ണിൽ ടൂറിന് വന്നതായിരുന്നു. യൗവനത്തിന്റെ തിളപ്പും പണത്തിന്റെ അഹങ്കാരവും ഉണ്ടായിരുന്ന ഒരു കൂട്ടം യുവാക്കൾ. അന്ന് വാഗമൺ ഇത്രത്തോളം വികസിച്ചിട്ടില്ല. ആ യാത്രക്കിടയിലാണ് അവർ അവളെ കണ്ടത്. ഗൗരി. കവലയിൽ ചായക്കട നടത്തുന്ന നായരുടെ ഏക മകള്. ഈ നാടിന്റെ മുഴുവൻ സ്നേഹവും പിടിച്ചുപറ്റിയ പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു പാവം പെൺകുട്ടി. അന്ന് മദ്യലഹരിയിലായിരുന്ന സന്ദീപിന്റെയും സുഹൃത്തുക്കളുടെയും കണ്ണുകൾ അവളുടെ മേല് പതിഞ്ഞു. ഒരു വൈകുന്നേരം കോളേജിൽ നിന്ന് മടങ്ങിയായിരുന്ന അവളെ ആ വിജനമായ റബ്ബർ തോട്ടത്തിൽ വെച്ച് അവർ മൃഗീയമായി പീഡിപ്പിച്ചു. ആരും അറിയാതെ അത് തേച്ചു മായ്ച്ചു കളയാമെന്ന് അവർ കരുതി. എന്നാൽ പിറ്റേന്ന് ധൈര്യവതിയായ പെൺകുട്ടി തൻ്റെ അച്ഛനായ നായരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. ലോക്കൽ പോലീസ് സന്ദീപിനെയും കൂട്ടരെയും കസ്റ്റഡിയിലെടുത്തു. അവിടെയാണ് സന്ദീപ് എന്ന ക്രിമിനൽ ജനിക്കുന്നത്. തൻ്റെ ഫോറൻസിക് അറിവുകളും കുടുംബത്തിൻ്റെ സ്വാധീനവും അയാൾ പുറത്തെടുത്തു. പണമെറിഞ്ഞ് അയാൾ പോലീസിലെ ഉന്നതരുമായി വിലപേശി. ഗൗരിയുടെ വസ്ത്രങ്ങളിലെയും ശരീരത്തിലെയും തെളിവുകൾ വളരെ വിദഗ്ധമായി അയാൾ ലാബിൽ വെച്ച് മാറ്റിമറിച്ചു. അതുകൊണ്ടും സന്ദീപ് നിർത്തിയില്ല. തങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ നിന്ന ആ നാടിനെ മുഴുവൻ അയാൾ വിലക്കെടുത്ത
പത്രക്കാരെ വെച്ച് നിശബ്ദമാക്കി. പിറ്റേന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്ത ആ ഗ്രാമത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു. ടൂറിസ്റ്റുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പെൺകുട്ടിയും സംഘവും പിടിയിൽ. ഗൗരിയെ ഒരു മോശം പെൺകുട്ടിയായി ആ വാർത്തയിൽ ചിത്രീകരിച്ചു. അപമാനം താങ്ങാൻ ആ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രി താൻ ജനിച്ചു വളർന്ന ആ പഴയ വീടിന്റെ കഴുക്കോലിൽ അവൾ തൂങ്ങി മരിച്ചു. പിറ്റേന്ന് കാലത്ത് ഗൗരിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നായരും ജേക്കബും ഉൾപ്പെടെയുള്ള ആ ഗ്രാമം മുഴുവൻ പൊട്ടിക്കരയുമ്പോൾ പോലീസ് ജീപ്പിലിരുന്ന് ഒരു വിജയച്ചിരിയോടെ സന്ദീപ് ആ മലയിറങ്ങുകയായിരുന്നു. തൻ്റെ ബുദ്ധിക്ക് മുന്നിൽ നിയമം തോറ്റതിൻ്റെ അഹങ്കാരം അന്ന് സന്ദീപ് അനുഭവിച്ചറിഞ്ഞു. ഓർമ്മകളിൽ നിന്നും സന്ദീപ് ഞെട്ടിയുണർന്നു. അയാളുടെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. അപ്പോ ഗൗരിയുടെ അച്ഛൻ? സന്ദീപിന്റെ ചുണ്ടുകൾ വിറച്ചു. താനിന്ന് രാവിലെ കവലയിലൂടെ വരുമ്പോൾ ചായക്കടയിലിരുന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പത്രം വായിച്ചിരുന്ന ആ മുഖം അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഗൗരിയുടെ അച്ഛൻ. ജേക്കബിന്റെ തോട്ടം. തനിക്കെതിരെ വലവിരിച്ചിരിക്കുന്നത് ഈ ഗ്രാമം മുഴുവൻ ചേർന്നാണെന്ന് സന്ദീപ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. ദൃശ്യം നേരെ വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപുള്ള ഒരു രാത്രി. പുതുതായി സ്ഥലം മാറി വന്ന ഇൻസ്പെക്ടർ രാജേഷ് കുര്യനും SI സത്യനും കൂടി ജീപ്പിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുകയാണ്. കവലയിലെത്തിയപ്പോൾ അടഞ്ഞുകിടക്കുന്ന ചായക്കടയുടെ തിണ്ണയിൽ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി ഒറ്റയ്ക്കിരിക്കുന്ന നായരെ രാജേഷ് കണ്ടു. എന്താ സത്യൻ, ആ മനുഷ്യൻ ഈ പാതിരാത്രിയിൽ അവിടെ വന്നിരിക്കുന്നത്? രാജേഷ് ചോദിച്ചു. സത്യന്റെ മുഖം മങ്ങി. ഒരല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വളരെ വേദനയോടെ സത്യൻ ആ പഴയ കഥ രാജേഷിനോട് പറഞ്ഞു. ഗൗരിയുടെ മരണം, സന്ദീപ് എന്ന ഉദ്യോഗസ്ഥന്റെ ചതി, ഇന്നും നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ജേക്കബ് അടക്കമുള്ള നാട്ടുകാർ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജേഷ് കുര്യന്റെ കണ്ണുകളിൽ ഒരുതരം തീ പാറുന്നുണ്ടായിരുന്നു. ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്റെ ഉള്ളിലെ മനുഷ്യത്വം ആ നിമിഷം ഉണർന്നു. നിയമം അവനെ അന്ന് വെറുതെ വിട്ടു സത്യൻ. കാരണം തെളിവുകൾ അവനായിരുന്നു ഉണ്ടാക്കിയത്. രാജേഷ് കുര്യൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആ ഡൽഹിക്കാരൻ ഫോറൻസിക് വിദഗ്ധനെ കൊണ്ട് ഈ വാഗമണ്ണിൽ വെച്ച് ഞാൻ മാപ്പ് പറയിപ്പിക്കും. എൻ്റെ ഈ കാക്കിക്കുള്ളിൽ ഇപ്പോഴൊരു മനുഷ്യനുണ്ട്. രാജേഷിന്റെ ആ വാക്കുകൾ സത്യനിൽ വലിയൊരു പ്രതീക്ഷയാണ് നൽകിയത്. അന്ന് രാത്രി ആ ചായക്കടയുടെ തിണ്ണയിൽ വെച്ച് രാജേഷ് കുര്യനും സത്യനും നായരും ജേക്കബും ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു കൊലപാതകത്തിന്റെ തിരക്കഥ എഴുതാൻ തുടങ്ങി. പലരുടെയും അസ്ഥികൾ ചേർത്ത് DNA കിട്ടാത്ത ഒരു ഫ്രാങ്കസ്റ്റീൻ അസ്ഥികൂടം ഉണ്ടാക്കി സന്ദീപിനെ വാഗമണ്ണിലേക്ക് വിളിച്ചു വരുത്തുക എന്ന ആ മാസ്റ്റർ പ്ലാൻ. വാഗമണ്ണിലെ ഗസ്റ്റ് ഹൗസ്. മുറിക്കുള്ളിൽ വിയർത്തു കുളിച്ചുകൊണ്ട് സന്ദീപ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് താൻ നശിപ്പിച്ചു കളഞ്ഞ ആ പെൺകുട്ടിയുടെ മുഖം, ചായക്കടയിലിരുന്ന അവളുടെ അച്ഛൻ്റെ മുഖം, ജേക്കബിന്റെ പറമ്പ്, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സന്ദീപിന്റെ സമനില തെറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ വേഗത്തിൽ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു. ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിക്കണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അയാളെ അറിയിക്കണം. പക്ഷേ സ്ക്രീനിലേക്ക് നോക്കിയ സന്ദീപിന്റെ ഹൃദയം നിലച്ചുപോയി. നോ സർവീസ്. നെറ്റ്വർക്ക് ഇല്ല. അയാൾ മുറിയുടെ പല ഭാഗത്തേക്കും മാറി മാറി നടന്നു. ഇല്ല, സിഗ്നലിന്റെ ഒരു തരി പോലുമില്ല. മേശപ്പുറത്തിരുന്ന ലാൻഡ് ഫോൺ എടുത്ത് കാതിൽ വെച്ചു. ഒരു ശബ്ദവും ഇല്ല. കേബിൾ ആരോ മുറിച്ചു മാറ്റിയിരിക്കുന്നു. താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് സന്ദീപിന് മനസ്സിലായി. അയാൾ ഓടിച്ചെന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഗസ്റ്റ് ഹൗസിനെ കാവൽ നിൽക്കേണ്ട പോലീസുകാർ ആരും തന്നെ അവിടെയില്ല. ആ വലിയ കെട്ടിടത്തിൽ അയാൾ മാത്രം. ഇല്ല, ഇതിന് ഞാൻ നിന്ന് കൊടുക്കില്ല. എനിക്കിവിടുന്ന് പോയേ തീരൂ. സന്ദീപ് സ്വയം പെറുപെറുത്തു. തൻ്റെ കാറിൻ്റെ താക്കോലും എടുത്ത് കോട്ടിൻ്റെ കോളർ ഉയർത്തി വെച്ച് അയാൾ ആ കോടമഞ്ഞിലേക്ക് ഇറങ്ങി ഓടി. ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന കാറിലേക്ക് സന്ദീപ് ചാടിക്കയറി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അയാൾ ആക്സിലേറ്ററിൽ ആഞ്ഞമർത്തി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. കോട്ടയത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കിയാണ് കാറ് പാഞ്ഞത്. എന്നാൽ കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ കട്ടിമഞ്ഞിൽ വഴി വ്യക്തമല്ലാതെ അയാൾ കാറ് നിർത്തി. പുറത്ത് ഒന്നും അറിയാത്ത ഒരു നിശബ്ദത. പെട്ടെന്നാണ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അയാൾ ആ ബോർഡ് കണ്ടത്. ജേക്കബ് എസ്റ്റേറ്റ്. താൻ വഴിതെറ്റി വന്നിരിക്കുന്നത് അസ്ഥിക്കൂടം കണ്ടെത്തിയ ആ ഷെഡിന് മുന്നിലാണെന്ന് സന്ദീപ് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആ പറമ്പിൽ തന്നെ കൊടുക്കാൻ അവർ എന്തെങ്കിലും തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടാകുമോ? അതോ ആ വഴിയിലൂടെ നടന്നു പോയ പ്രധാന റോഡിലേക്ക് എത്താൻ കഴിയുമോ? സന്ദീപിന്റെ തലച്ചോർ പല വഴിക്ക് ചിന്തിച്ചു. കാറിലെ ഡാഷ്ബോർഡിൽ കിടന്ന വലിയൊരു ടോർച്ചും എടുത്ത് അയാൾ കാറിൽ നിന്നിറങ്ങി ആ റബ്ബർ തോട്ടത്തിലേക്ക് നടന്നു. മരങ്ങൾക്കിടയിലൂടെ, ഉണങ്ങിയ കരിയിലകൾക്ക് മുകളിലൂടെ അയാൾ ശബ്ദമുണ്ടാക്കാതെ നടന്നു.
അതാ ആ തകര ഷെഡ്. പോലീസ് കെട്ടിയ മഞ്ഞ ടേപ്പുകൾ കാറ്റിൽ പറക്കുന്നുണ്ട്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ ചുറ്റും നോക്കി. ഷെഡിനുള്ളിൽ ഒന്നുമില്ല, വെറും ശൂന്യത മാത്രം. താൻ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഭയം സന്ദീപിന്റെ യുക്തിയെ കാർന്നു തിന്നിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും കരിയിലകൾ ഞെരിയുന്ന വലിയൊരു ശബ്ദം കേട്ടു. സന്ദീപ് ഞെട്ടിത്തിരിഞ്ഞു. ടോർച്ചിന്റെ വെളിച്ചം അയാൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു. ആ കോടമഞ്ഞിൽ നിന്നും ഒരാൾ പതിയെ തെളിഞ്ഞു വന്നു. ജേക്കബ്. എന്നാൽ രാവിലെ കണ്ട പോലീസിനെ പിടിച്ചു പറിക്കുന്ന ആ പാവം കർഷകനായിരുന്നില്ല അത്. അയാളുടെ കണ്ണുകളിൽ കത്തുന്ന പ്രതികാരം ഉണ്ടായിരുന്നു. വലത് കൈയിൽ വലിയൊരു വെട്ടുകത്തിയുണ്ട്. ജേക്കബ്, നീ നീ എന്താ ഇവിടെ? സന്ദീപിന്റെ ശബ്ദം വിറച്ചു. അയാൾക്ക് പിന്നിലായി മഞ്ഞിൽ നിന്നും മറ്റൊരു രൂപം കൂടി ഇറങ്ങി വന്നു. സന്ദീപ് ടോർച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു. ചായക്കടക്കാരൻ നായർ, ഗൗരിയുടെ അച്ഛൻ. അയാളുടെ കയ്യിൽ ഒരു വലിയ ഇരുമ്പുതണ്ടുണ്ടായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരയെ ലക്ഷ്യമാക്കി വരുന്ന വേട്ടക്കാരെ പോലെ അവർ സന്ദീപിന് നേരെ നടന്നെടുത്തു. സ്റ്റോപ്പ് ദ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ തൊട്ടാ ഞാൻ ഡൽഹി പോലീസിലെ. സന്ദീപ് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ ചുറ്റുമുള്ള മരങ്ങൾക്കിടയിൽ നിന്നും 10ഓളം നാട്ടുകാർ ആയുധങ്ങളുമായി പുറത്തേക്ക് വന്നു. അവർ സന്ദീപിനെ പൂർണ്ണമായും ഒരു വലയത്തിലാക്കിയിരുന്നു. താൻ രക്ഷപ്പെടാൻ വന്നതല്ല, അവർ ഒരുക്കിയ അവസാനത്തെ കിണിയിലേക്ക് തനിയെ നടന്നു വന്നതാണെന്ന് സന്ദീപ് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ആ പറമ്പിലേക്ക് വലിയൊരു വെളിച്ചം വീണു. ഒരു പോലീസ് ജീപ്പ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ അവിടേക്ക് വന്നു നിന്നു. സൈറനുകളില്ലായിരുന്നു. ജീപ്പിന്റെ 2 ഡോറുകളും ഒരുമിച്ച് തുറക്കപ്പെട്ടു. ഇൻസ്പെക്ടർ രാജേഷ് കുര്യനും SI സത്യനും ജീപ്പിൽ നിന്നിറങ്ങി. അവന് നേരെ നടന്നു വന്നു. ബാക്കി കാക്കി യൂണിഫോമിൽ വീഴുന്ന മഴത്തുള്ളികൾ ആ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. സന്ദീപിന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അയാൾ രാജേഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇൻസ്പെക്ടർ, താങ്ക് ഗോഡ്. ഇവരെല്ലാവരും ചേർന്ന് എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുവാണ്. ആ ജേക്കബിന്റെ കയ്യിൽ ആയതുകൊണ്ട് അറസ്റ്റ് ദം. ഞാൻ ഡൽഹി ഹോം മിനിസ്ട്രി റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസറാണ്, സന്ദീപ് അലറി. എന്നാൽ രാജേഷ് കുര്യൻ അനങ്ങിയില്ല. അയാളുടെ മുഖത്ത് ഒരു മരവിപ്പായിരുന്നു. രാജേഷ് പതിയെ തന്റെ തൊപ്പിയൊരു ജീപ്പിലേക്ക് വെച്ചു. എന്നിട്ട് സന്ദീപിന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, മിനിസ്ട്രിയോ? എന്ത് മിനിസ്ട്രി? ഇത് ഡൽഹിയല്ല, വാഗമണ്ണാണ്. ഇവിടെ നിയമം തീരുമാനിക്കുന്നത് ഡൽഹിയിലുള്ള നിന്റെ യജമാനന്മാരല്ല, 15 വർഷമായി നീറിക്കഴിയുന്ന ഈ നാട്ടുകാരാണ്. സന്ദീപിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ വിറയലോടെ സത്യനെ നോക്കി. സത്യന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നിങ്ങളും ഈ കൊലപാതകികളുടെ കൂടെയാണോ? യു ആർ പോലീസ് ഓഫീസേഴ്സ്. സന്ദീപ് പിന്നിലേക്ക് മാറി തുടങ്ങി. അതെ, ഞങ്ങൾ പോലീസുകാരാണ്. രാജേഷ് കുര്യൻ കാല് മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിയമം തോറ്റുപോയിടത്ത് മനുഷ്യത്വം വെച്ച് ഞങ്ങൾ പുതിയൊരു നിയമം എഴുതുന്നത്. അന്ന് നീ വിരിച്ച വലയിൽ ആ പാവം പെൺകുട്ടി പിടഞ്ഞു മരിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ വിരിച്ച വലയിൽ സ്വന്തം അഹങ്കാരത്തിന്റെ കുഴി തോണ്ടി നീ മരിക്കും സന്ദീപ്. രാജേഷ് കുര്യൻ തിരിഞ്ഞ് നായരെ നോക്കി ഒന്ന് തലയാട്ടി. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ പകയുമായി നായരും ജേക്കബും നാട്ടുകാരും സന്ദീപിന് നേരെ നടന്നെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറൻസിക് വിദഗ്ധൻ വാഗമണിലെ ആ അജ്ഞാതമായ ഇരുട്ടിലേക്ക് ഒരു നിലവിളിയോടെ വീഴുകയായിരുന്നു. വാഗമണിലെ ആ വിജനമായ പറമ്പ്, കോടമഞ്ഞ് ഒരു വെളുത്ത കടല് പോലെ ആ പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങിയിരിക്കുകയാണ്. ഹെഡ്ലൈറ്റുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ സന്ദീപ് മാധവൻ മുട്ടുകുത്തി നിൽക്കുന്നു. ചുറ്റും ആയുധങ്ങളുമായി നിൽക്കുന്ന നാട്ടുകാരുടെ നിഴലുകൾ മരങ്ങൾക്കിടയിൽ ഭീകര രൂപങ്ങളെപ്പോലെ നൃത്തം ചെയ്യുന്നുണ്ട്. സന്ദീപ്, നീ എന്നും വിശ്വസിച്ചിരുന്നത് നിന്റെ കൈപുണ്യത്തിലാണല്ലോ. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിച്ച് ചാരമാക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും നിനക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് നീ അഹങ്കരിച്ചു. രാജേഷ് കുര്യൻ സന്ദീപിന്റെ അരികിലേക്ക് നടന്നു വന്നു. അയാളുടെ ശബ്ദം ആ തണുത്ത കാറ്റിൽ മരവിച്ചു നിന്നു. ഇന്ന് നിന്റെ ആ അറിവ് നിനക്ക് തന്നെ വിനയാകാൻ പോവുകയാണ്. നീ മരിക്കണം. പക്ഷെ അത് ഒരു കൊലപാതകമായി ആരും കാണരുത്. ഒരു വലിയ അന്വേഷണത്തിന് വന്ന് ഒന്നും കണ്ടെത്താനാവാത്ത നിരാശയിൽ നീ ആത്മഹത്യ ചെയ്തുവെന്നോ, അതോ അന്വേഷണത്തിനിടയിൽ ആരെങ്കിലും നിന്നെ അപായപ്പെടുത്തിയെന്നോ ഉള്ള രീതിയിൽ ഈ കേസ് ഇവിടെ അവസാനിക്കും. രാജേഷ് കുര്യൻ സത്യനെ നോക്കി ഒന്ന് തലയാട്ടി. സത്യനും ജേക്കബും ചേർന്ന് സന്ദീപിനെ ഷെഡിൽ നിന്ന് വലിച്ചിഴച്ച് പറമ്പിന്റെ നടുവിലേക്ക് കൊണ്ടുവന്നു. പറമ്പിന്റെ നടുവിൽ വലിയൊരു വിറകു കൂമ്പാരം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പച്ച മരച്ചില്ലകളും ഉണങ്ങിയ വിറകുകളും കൂട്ടിയിട്ട ആ കൂമ്പാരത്തിലേക്ക് അവർ സന്ദീപിനെ തള്ളിയിട്ടു. അയാൾക്ക് ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം വായ മൂടിക്കെട്ടിയിരുന്നു. നായർ മുന്നോട്ട് വന്നു.
തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ പത്ര കട്ടിങ് ഗൗരിയെ അപമാനിച്ചുകൊണ്ട് സന്ദീപ് അന്നെഴുതിച്ച ആ വാർത്ത അയാൾ ആ വിറക് കൂമ്പാരത്തിന് മുകളിലേക്ക് എറിഞ്ഞു. എന്നിട്ടൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. ആ തീപ്പൊരി പത്രക്കട്ടിങ്ങിൽ പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പെട്രോൾ ഒഴിച്ച വിറകുകൾ ആളിപ്പടർന്നു. കോടമഞ്ഞിനെ ചീന്തിയെറിഞ്ഞുകൊണ്ട് തീനാളങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. സന്ദീപിന്റെ കണ്ണുകളിൽ അവസാനമായി കണ്ടത് താൻ ചെയ്ത പാപങ്ങളുടെ ആഴായിരുന്നു. വാഗമണ്ണിലെ ആ വിജനമായ പറമ്പിൽ വിറകുകൾ ആളിപ്പടരുകയാണ്. കോടമഞ്ഞിനെ ചീന്തിയെറിഞ്ഞുകൊണ്ട് ഉയരുന്ന ആ മഞ്ഞ വെളിച്ചത്തിൽ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ ദൃശ്യം തെളിഞ്ഞു വന്നു. പാതികരിഞ്ഞ വിറകുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിളറി വെളുത്ത ആ കാൽപാദം. സന്ദീപ് മാധവൻ എന്ന മനുഷ്യന്റെ ഭൂമിയിലെ അവസാനത്തെ സാന്നിധ്യം. രാജേഷ് കുര്യനും സത്യനും ജേക്കബും ആ തീനാളങ്ങൾക്കരികിൽ നിശബ്ദരായി നിന്നു. പെയ്യുന്ന മഞ്ഞിൽ അവരുടെ യൂണിഫോമുകൾ നനഞ്ഞു കുതിർന്നിരുന്നു. കത്തുന്ന മാംസത്തിന്റെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്നു. നായർ പതിയെ മുന്നോട്ട് നടന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീയല്ല, മറിച്ച് വർഷങ്ങൾ നീണ്ട ഒരു നൊമ്പരത്തിന്റെ അന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ കുനിഞ്ഞ നിലത്ത് നിന്നും നല്ല കനമുള്ളൊരു മരക്കഷ്ണം കയ്യിലെടുത്തു. നായർ ആ മരക്കഷ്ണം ഉപയോഗിച്ച് തീക്ക് പുറത്തേക്ക് നീണ്ടുനിന്ന സന്ദീപിന്റെ ആ കാൽപാദത്തിൽ ആഞ്ഞു തള്ളി. തീയിൽ കഥകിടന്ന ആ മാംസവും അസ്ഥിയും ആളിപ്പടരുന്ന തീക്കുണ്ടത്തിന്റെ കൃത്യം നടുവിലേക്ക് തന്നെ വീണു. വിറകുകൾ ഒന്നുകൂടി ഇളക്കി മറിച്ചുകൊണ്ട് അയാൾ ആ ശരീരം പൂർണ്ണമായും തീക്ക് വിട്ടുകൊടുത്തു. ഇനി അവിടെ ഒരു വിരലടയാളമോ DNA ഒരു പല്ലിന്റെ കഷ്ണമോ പോലും അവശേഷിക്കില്ല. സന്ദീപ് മാധവൻ എന്ന നാമം ചരിത്രത്തിൽ നിന്നും എന്നേക്കുമായി മായ്ക്കപ്പെടുകയായിരുന്നു. തീർന്നു, നായർ ആത്മകഥമെന്നോണം പറഞ്ഞു. അയാൾ ആ മരക്കഷ്ണവും ആ തീയിലേക്ക് തന്നെ എറിഞ്ഞു. സത്യൻ അല്പം ആശങ്കയോടെ രാജേഷ് കുര്യനെ നോക്കി. സർ, സന്ദീപ് ഒരു നിസ്സാരക്കാരനല്ല. ഡൽഹിയിൽ നിന്നും അന്വേഷണം ഉറപ്പായും വരും. നമ്മൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? രാജേഷ് കുര്യൻ ആ തീയിലേക്ക് നോക്കി സിഗരറ്റ് കുറ്റി എറിഞ്ഞു. നിയമം ചിലപ്പോൾ വഴിതെറ്റും, പക്ഷേ വാഗമണ്ണിലെ ഈ മഞ്ഞ് ആരെയും വഴിതെറ്റിക്കില്ല. അതെല്ലാത്തിനെയും ഒളിപ്പിച്ചു വയ്ക്കും. നേരം വെളുത്തു. കോടമഞ്ഞ് പതിയെ മലയിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ പറമ്പിൽ ഇപ്പോഴും വെറും ചാരവും പുകയും മാത്രം. കവലയിലെ ചായക്കടയിൽ നായർ പതിവ് പോലെ ചായ അടിക്കുന്നു. പത്രം വായിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ അയാൾ തികച്ചും സാധാരണക്കാരനായി. വാഗമൺ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ഇരുന്ന് രാജേഷ് കുര്യൻ കട്ടൻ ചായ കുടിക്കുമ്പോൾ ദൂരെ പൈൻമരങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ കാറ്റ് വീശി. ആ കാറ്റിൽ ഗൗരിയുടെ ചിരിയുണ്ടായിരുന്നു. വാഗമണ്ണിൽ മഞ്ഞ് വീണുകൊണ്ടേയിരുന്നു. എല്ലാ രഹസ്യങ്ങളെയും പുതപ്പിച്ചുകൊണ്ട്, ആ ഗ്രാമത്തിനൊടുവിൽ ശാന്തി നൽകിക്കൊണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.